Good morning, everyone. Welcome to Attendant for Malayalam channel. This is Rindu Sebastian, and welcome to our Hindu editorial analysis of 16th November 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം. അതുപോലെ വൊക്കാബുലറി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുവിടാം. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തുടങ്ങാൻ ഡെയിലി ഉള്ള സെഷനാണ്. രാവിലെ 8:30 മണി മുതൽ 9:30 വരെയുള്ള സെഷനാണ് നമുക്ക്. ഇവിടെ നമ്മൾ അന്നത്തെ ന്യൂസ് ആൻഡ് ജനറൽ അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് എല്ലാ കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പറ്റുള്ള സെഷനാണ്. അതിപ്പോൾ വൊക്കാബുലറി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ അല്ലേ. സ്റ്റാർട്ട് വിത്ത് സെഷൻ. അപ്പോൾ 2 ആർട്ടിക്കിളാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിൾ, ഒരു ആർട്ടിക്കിൾ US നടക്കുന്ന, അമേരിക്കയിൽ നടക്കുന്ന മിഡ് ടേം ഇലക്ഷനെ പറ്റി ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് അടുത്ത ഒരു ആർട്ടിക്കിൾ, അപ്പോൾ അത് ഇറ്റ്സ് ഓൾ അബൌട്ട് അനദർ കൺട്രി. നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല അത്. പക്ഷെ ഇഫ് യു വോണ്ട് ടു റീഡ്, ജസ്റ്റ് ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. ഒരു പൊളിറ്റിക്കൽ സെനേരിയോ നമുക്ക് US അറിഞ്ഞിരിക്കണമെന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിന് വായിച്ചു നോക്കാം. അല്ലാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ല, സോ അത് നമ്മൾ വായിക്കുന്നില്ല. ബട്ട് നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷനെ പറ്റി, വിലകയറ്റത്തെ പറ്റിയും ഇക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ഓർ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഒന്നും വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമുക്ക് അതുപോലെ ഒരു ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഉണ്ട്. പോളിസി മേക്കേഴ്സ് കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ദി ആർട്ടിക്കിൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അപ്പൊ നമുക്ക് ഇന്ന് ആ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ, സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഡിഗ്രി പ്രിലിംസിന്റെ അടുത്ത ഫേസ് എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ. അപ്പം പഠനമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുവാണ്. അതുപോലെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ കോട്ട് ഇതാണ്: ഇംപ്രൂവ് യുവർ ലൈഫ്, യു മസ്റ്റ് ഫസ്റ്റ് ഇംപ്രൂവ് യുവർ തിങ്കിങ്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വരണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കാര്യങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വരണം, നല്ല മാറ്റം അല്ലെ. ലെറ്റ്സ് എംബ്രേസ് ഗുഡ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇമ്പ്രൂവ്മെന്റ് വരണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു അഡ്മിറ്റ് ഓർ അക്സെപ്റ്റ് ഇറ്റ് അല്ലെ. ഇങ്ങനെയാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിന് നിങ്ങൾ ആദ്യം ഇമ്പ്രൂവ് ചെയ്യണം അല്ലെ. നമ്മുടെ ചിന്താഗതി മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു മാറ്റം വരില്ല അല്ലെ. നേട്ടങ്ങളും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്ന എപ്പോഴാണ്? നമ്മുടെ ചിന്താഗതി, ദ ചേഞ്ച് മസ്റ്റ് കം വിത്തിൻ യു എന്നാ പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഇമ്പ്രൂവ്മെന്റ് വന്നാൽ മാത്രമേ പുറത്തോട്ടത് വരുള്ളൂ. കാര്യം നമ്മൾ ഓക്കെ ഞാൻ മാറി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? ആദ്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. സിറ്റുവേഷൻ ചേഞ്ച്ഡ്, കാര്യങ്ങളൊക്കെ മാറി, ഇനി നമ്മൾ അതനുസരിച്ച് പോകണം. അപ്പൊ അതുകൊണ്ടുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റണം. അല്ലാതെ പഴയ രീതിയിലുള്ള ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ചിന്താഗതിയായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മളെന്താവും? നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി മാറും. സോ ലെറ്റ്സ് ഗെറ്റ് അപ്ഡേറ്റഡ് റിഗാർഡിംഗ് ദാറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന Attendant മലയാളം ചാനലാണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഇനി ഉണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളോട് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു? സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, കേരള എക്സാംസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റൻസ് കിട്ടും. അതുപോലെ സബ്ജക്ട് വൈസ് ആയിക്കോട്ടെ, അത് ഇപ്പോൾ എക്സാം വൈസ് ആയിക്കോട്ടെ. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും, അതുപോലെ ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇതൊക്കെ റെഫർ ചെയ്യുക കേട്ടോ. ഫ്രീ ആയിട്ടുള്ള കിട്ടുന്ന കണ്ടന്റ് ആണ്. റെഫർ ചെയ്യുക, എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ചാനലിന്റെ കാര്യം മറക്കണ്ട. ചാനലിൽ നമുക്ക് SSC ക്ലാസ്സുകൾ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ FCA ആയിക്കോട്ടെ, കോർട്ട് എക്സാംസ് ആയിക്കോട്ടെ, കേരള PSC, KS എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാം അനാലിസിസ്, അതുപോലെ രാവിലെ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ, എഡിറ്റോറിയൽ സെഷൻ, നമുക്ക് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫ്രീ കണ്ടന്റ് ആണ്, നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക, പഠിക്കുക, ആ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുക, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ പോയാൽ ഓഫ് കോഴ്സ് നാളെ ജോലി നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് നമ്മുടെ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്സ് വെച്ച് തന്നെ തുടങ്ങിയേക്കാം. ഇൽ അഫോർഡ് 2 പേജിൽ നിന്ന് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇൽ അഫോർഡ് ചെയ്യുക. കുറെ നാളുകൾക്ക് മുമ്പ്, ഇപ്പോൾ ലൈക്ക് ഓൾമോസ്റ്റ് എ മന്ത് ആയി നമ്മൾ ഇൽ അഫോർഡ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ട്. ഇൽ അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടും. നമുക്ക് എടുക്കാം, നമുക്കൊരു കാര്യം എടുക്കാം, ചാൻസ് എടുക്കാം, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ കൊണ്ട് പൈസ മുടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എൻ അഫോർഡബിൾ തിങ് അല്ല. ഐ ക്യാൻ അഫോർഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ, അത് ഞാൻ പൈസ മുടക്കാം, കുഴപ്പമൊന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസ ആവശ്യത്തിനുണ്ട് അല്ലെ. പക്ഷെ ഇല്ല അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ്, നേരെ നെഗറ്റീവായി. ഇല്ല അഫോർഡ് മീൻസ് അൺഎബിൾ ടു ഡു സംതിങ്. ഒരു കാര്യത്തെ പറ്റി യു കനോട്ട് അഫോർഡ് ഇറ്റ്, യു കനോട്ട്, ഇനി അത് അങ്ങനെ ഒരു കാര്യം വന്നാൽ യു ആർ നോട്ട് ഏബിൾ ടു
tackle it or you're not able to handle it. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയാണ് ill afford എന്ന് പറയാം. That means you are unable to do something about anything. എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയെ നമ്മൾ നിൽക്കുക, ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, that is ill afford. ഓർത്ത് വെച്ചോളൂ കേട്ടോ, ill afford എന്ന വാക്ക്. Yeah, yes. Phrase ഓർത്ത് വെച്ചോളൂ. Yes, good morning people. Yeah, എല്ലാവരും ഉഷാറല്ലേ, അത് മതി, കേട്ടാ മതി. എല്ലാവരുടെയും ആ ഗുഡ് മോർണിംഗിൽ തന്നെ ഉണ്ട് ഉഷാർ, എനിക്കത് കേട്ടാ മതി. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയേ, ഡ്രോപ്പ് വൺസ് ഗാർഡ്. ഗാർഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്ത് ഗാർഡ് എന്ന് വെക്കുന്നത്, എന്തിനാ, അലേർട്ട് ആയിട്ടിരിക്കാൻ, ശ്രദ്ധയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാർഡ് അല്ലെ, കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി ഗാർഡ് നമ്മൾ വെക്കുന്നത്. നമ്മളിവിടെ അല്ലെ, നമ്മുടെ വീട്ടില് നായ്ക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ലൈക്ക് ഡോഗ്സ് ഒക്കെ വാച്ച്മെൻ അല്ലെ പറയും, നമ്മൾ ശരിക്കും നമുക്കൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോഗ്സ് ഒക്കെ വീട്ടിൽ. അതുപോലെ തന്നെ ഗാർഡ്സിനെ വെക്കാറുണ്ട് ചില സമയത്ത്, നമ്മൾ പുറത്തൊക്കെ ഗാർഡ്സ്, വീടുകളിലല്ല, ലൈക്ക് ഓഫീസസിൽ, ഷോപ്സിലൊക്കെ. അപ്പോൾ ഗാർഡ് എന്തിനാ, സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ നമ്മൾ നിയമിക്കുന്നത് എന്തിനാ, they have to be very much vigilant about things അല്ലെ, വിജിലന്റ് ആയിട്ട്, കെയർഫുൾ ആയിട്ട്, അറ്റന്റീവ് ആയിട്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. സോ ഡ്രോപ്പ് വൺസ് ഗാർഡ് എന്ന് പറഞ്ഞാൽ, ഗാർഡിന് അർത്ഥം എന്നാ, ശ്രദ്ധ എന്നുണ്ട്. സോ ഡ്രോപ്പ് വൺസ് ഗാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ബീങ് കെയർഫുൾ, വിജിലന്റ് ആയിട്ടിരിക്കുന്നതിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യാണ്. ജസ്റ്റ് took a break and റിലാക്സ് ചെയ്തെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ഡ്രോപ്പ് വൺസ് ഗാർഡ്. ഈ വൺസിന്റെ സ്ഥാനത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതൊരു പോസസീവ്സും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൈ ഗാർഡ്, യോർ ഗാർഡ്, ഹിസ് ഗാർഡ്, ഹെർ ഗാർഡ്, അല്ലെങ്കിൽ their ഗാർഡ് അല്ലെ, എന്തും ഇവിടെ പോസസീവ് ഏതും ഇട്ട് കൊടുത്തോ, നോ പ്രോബ്ലം. ദാറ്റ് ഇസ് ഡ്രോപ്പ് വൺസ് ഗാർഡ്. ഓർത്തോണം. ഇറ്റ് ഇസ് an ill afford task as the company is in red. അല്ല, ill afford is a verb. ill afford ഒരു verb ആണ്, അതുകൊണ്ടാണ് to be unable to do something എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ഷമാസെ. അപ്പൊ നീ എന്നെ കൊടുക്കണം എന്നറിയോ, I cannot, അല്ലെങ്കിൽ the company cannot ill afford the task as it is in red എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, it is an ill affording task എന്ന് കൊടുത്തു. ill affording adjective കൊടുക്കണമെങ്കിൽ ing ഫോമിൽ കൊടുക്കും കേട്ടോ. that work is inaffordable അല്ല, ill affordable. അത് that's great. ill affordable പറയാം. ഓക്കെ, നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടുന്നതല്ല എന്നുള്ള അർത്ഥത്തിൽ. She has dropped her guard on expenses and it eventually resulted in ill affording even basic needs. That's great. That's great. Sonal, good morning. Kerala is ill afford to Kerala is ill afford അല്ല MJ. Kerala ill affords to face another flood. കേരളത്തിന് പറ്റില്ല ഇനി ഒരു അല്ലെ അഫോർഡ് ചെയ്യാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ verb ആണ്, ഈസ് കൊടുക്കരുത്, ഈസ് കട്ട് ചെയ്ത് കളയാ, എന്നിട്ട് കൊടുക്കുക കേരള, അല്ലെങ്കിൽ കേരള ക്യാൻ ഇൽ അഫോർഡ് എന്ന് കൊടുത്തു, അപ്പൊ അത് കറക്റ്റ് ആവും. ഇനി അത് കേരളക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ ക്യാൻ കൊടുക്കുക. കേരള ക്യാൻ ഇൽ അഫോർഡ്, സോറി കേരള ill afford കാണ്ടല്ല, ക്യാൻ, കേരള ക്യാൻ ill afford to face another flood കൊടുത്തോട്ടോ MJ. That's right. I could ill afford, okay, to buy that car but now things change. That's great. പണ്ട് പറ്റില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റും അല്ലേ. ദാറ്റ്സ് ഗ്രേറ്റ് അനൂപ്, ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്ത റെയിൻ ഇൻ ചെയ്യുക. ഞാൻ പറയും കടിഞ്ഞാണ് ഇടുക എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട്, റെയിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ വാക്കാണ്, സോ ഫ്രേസ് ആണ്. റെയിൻ ഇൻ മീൻസ് ലിമിറ്റ് ഓർ കൺട്രോൾ, ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ദാറ്റ് ഇസ് റെയിൻ ഇൻ. പ്ലീസ് റെയിൻ ഇൻ യുവർ ആങ്കർ അല്ലെ, നമ്മൾ ആങ്കർ ഇങ്ങനെ കലിക്കുള്ളവരോട് പറയാറുണ്ട്, ജസ്റ്റ് റെയിൻ ഇൻ യുവർ ഇമോഷൻസ്, കൺട്രോൾ യുവർ ഇമോഷൻസ് പറയാറില്ലേ, ദാറ്റ് ഇസ് റെയിൻ ഇൻ. കടിഞ്ഞാണ് ഇട്ടോ നിനക്ക് അല്ലെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത പിടിച്ചോ, ടിക്ക് അപ്പ്. ടിക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മുകളിലോട്ടുള്ള ഒരു കയറ്റം, ഇൻക്രീസിനെയാണ് ടിക്ക് എന്ന് പറയാം. അവിടെ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്റ്റിക്ക് കേട്ടില്ലേ, അപ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ഇൻക്രീസ് ആണ് അല്ലെ. അപ്പൊ ടിക്കപ്പ് അതിന്റെ ഫ്രേസൽ വേർബ്. അപ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് തന്നെയാണ്, പക്ഷെ അപ്റ്റിക്കിന്റെ പ്രത്യേകത എന്താ, അപ്റ്റിക്ക് ഇസ് എ നൗൺ, അപ്റ്റിക്ക് ഇതേ സാധനമാണ്, നൗൺ ആണ്. ടിക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രേസൽ വേർബായി ഇൻക്രീസ് ചെയ്യാം. അപ്റ്റിക്ക് അറിയാലോ, നൗൺ, സോ ടിക്കപ്പ് ഇൻക്രീസ് ചെയ്യാം. സെയിം സാധനം കേട്ടോ, ഞാനിപ്പോ ലേ ഔട്ട് ലേ കേട്ടിട്ടില്ലേ, സെയിം സാധനം. ലേ ഔട്ട് ചെയ്യുക, പ്ലാൻ ഇടുക. ഔട്ട്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, ഔട്ട്ലേ എക്സ്പെൻസ്. അതുപോലെ അപ്റ്റിക്കൻ ടിക്കപ്പ് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഫ്രേസൽ വേർബ്, ഒന്ന് ഫ്രേസൽ വേർബാണ്, മറ്റേത് എന്താണ്, നൗൺ ആണ്. ദാറ്റ്സ് ഡിഫറൻസ്. അടുത്ത കമൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് എൻ്റർ ചെയ്യുക, റൂമിലോട്ട് എൻ്റർ ചെയ്യുക, ജോയിൻ ചെയ്യുക, കം ഇൻ ഫോർ സംതിങ് എന്നൊക്കെ പറയില്ലേ, സോ ജോയിൻ ചെയ്യുക, ബി ഇൻവോൾവ് ഇൻ സംതിങ്, അതിന് നമുക്ക് കം എന്ന് പറയാം. കമ്മിൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വേർബ് ആണ്. ജോയിൻ, കം എന്ന വേർബിന്റെ കൂടെ ഇൻ എന്ന അഡ്വേർബ് ഇട്ട് കൊടുക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. ജോയിൻ ചെയ്യുക, ബി ഇൻവോൾവ് ഇൻ സംതിങ് എന്നുള്ള രീതിയിൽ. അടുത്ത പുഷ് അപ്പ്. എന്താ പുഷപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, പുഷപ്പ് ചെയ്യാന്ന് വെച്ചാൽ മേക്ക് സംതിങ് ഹയർ ഇൻ ലെവൽ ഓർ എമൗണ്ട്. അതിന്റെ ലെവലിലോ എമൗണ്ടിലോ ഒരു എണ്ണത്തിന് നമ്മൾ കൂട്ടുവാണ്, ഹൈ ആക്കുവാണ്, അതിന് നമുക്ക് വിളിക്കാം പുഷപ്പ് എന്ന്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ എമൗണ്ടോ ലെവലോ നമ്മൾ കൂട്ടുന്നതിനെ നമുക്ക് വിളിക്കാം പുഷ് അപ്പ് എന്ന് പറയാം അല്ലെ. പുഷപ്പ് നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും.
Yeah, yes. He ill affords to give her a proper education. That's great. That's great, Seva. Good morning, Sharon. She is ill affording to write the exam. That's great. Just rein in your classes. Limit your classes. Oh God, that's great. Rein in the spelling is adule REIN ആണ് കേട്ടോ REIN. All right. Don't think that you are ill afford to do things. Okay. Don't think that you can ill afford. അവിടെ ആറ് കൊടുക്കരുതേ. ആൻമരി ഇങ്ങനെ കൊടുക്കാം. Don't think you ill afford to do things എന്ന് കൊടുത്താൽ കറക്റ്റ് ആണ് കേട്ടോ. യു ഇല്ല അഫോർഡ് കൊടുത്തു അല്ലെങ്കിൽ യു ക്യാൻ ഇല്ല അഫോർഡ് കൊടുത്തു ആറ് കൊടുക്കരുത് കാരണം ബി ഫോർമുലേഷനോട് ഒരിക്കലും നമ്മൾ V1 കൊടുക്കില്ല കാരണം ഇല്ല അഫോർഡ് ഇസ് എ വേർബ് V1 ആണ് കേരള ഇല്ല അഫോർഡ് സർവൈവിംഗ് വിതൗട്ട് നന്ദീഷ കേരള ഇൽ അഫോർഡഡ് ഓർ ഇൽ അഫോർഡ്സ് കേരള സിംഗുലർ അല്ലേ അപ്പൊ സിംഗുലർ വേർബ് കൊടുത്തേ ടു സർവൈവ് വിതൗട്ട് ലോൺ സാങ്ഷൻ കേട്ടോ ഇൽ അഫോർഡ് ടു സർവൈവ് വിതൗട്ട് ലോൺ സാങ്ഷൻ ഫ്രം ദ സെന്റർ ഡ്യൂ ടു ഫിനാൻഷ്യൽ ക്രൈസിസ്. You should rein in your emotions in front of him. That's great. Rishi Sunak is elected new Prime Minister and P and capital കൊടുക്കുക M capital കൊടുക്കുക ക്ഷമാസേ and it paved the way to drop people's guard in Britain. That's great. Did anyone come in my absence? Come in my action എന്നല്ല അവിടെ come in കഴിഞ്ഞിട്ട് അടുത്ത പ്രൊപ്പോസിഷൻ കൊടുക്കണം കേട്ടോ come in കഴിഞ്ഞിട്ട് പ്രൊപ്പോസിഷൻ കൊടുക്കണം. Did anyone come in during my absence എന്ന് കൊടുക്കാം. No one can rein in my dreams. That's great. People drop their guard while standing with comfortable people. Of course, people do. You have to rein in your tongue. That's great. Havamala, good morning. The company pushed up its salary package and it led to a tick up. ടിക്കപ്പ് എങ്ങനെ വരും അത് ഫ്രേസൽ വേർബ് അല്ല അപ്റ്റിക് കൊടുക്കുക നൗണാ കൊടുക്കുന്നെങ്കിൽ ആ ടിക്കപ്പ് എന്ന് കൊടുക്കരുത് ആൻ അപ്റ്റിക് കൊടുക്കുക ആൻ അപ്റ്റിക് കാരണം എന്തുകൊണ്ടാ ടിക്കപ്പ് ഫ്രേസൽ വേർബ് ആണ് നമുക്ക് നൗൺ അവിടെ വേണ്ടെങ്കിൽ വി ഹാവ് എ നൗൺ അപ്റ്റിക് ഉണ്ട് അപ്പൊ ആൻ അപ്റ്റിക് കൊടുക്കുക കേട്ടോ അവിടെ വേർബ് ആണെങ്കിൽ രശ്മി ആൻ അപ്റ്റിക് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ കമ്മിങ് ഇൻ ദ കമ്പനി കേട്ടോ കമ്മിങ് ഇൻ ദ കമ്പനി കൊടുക്കുക ജോയിനിങ് ദ കമ്പനി ആയിരിക്കും അല്ലേ ദാറ്റ്സ് റൈറ്റ് മൈ മദർ അലൈഡ് മീ ബിഫോർ എക്സാം ആൻഡ് ദാറ്റ് ടിക്ഡ് അപ്പ് my confidence. That's great. I'm trying my best to push up my knowledge. That's great. That is great. Good morning, Emil. Can you come in to editorial session? Of course I can. Amala, good morning. Is there any way to rein in backdoor appointments so that the PSC examinees get more job opportunities? That's great. Everyone need to rein in overeating food in order to avoid obesity. Yes, Krishnan, great sentence. അവിടെ ഒരു പ്രശ്നമുണ്ട് എവ്രി വൺ സിംഗുലർ ആയതുകൊണ്ട് നീഡ്സ് കൊടുക്കാം സബ്ജക്ട് അനുസരിച്ച് വെർബ് കൊടുക്കണേ അത് മാത്രമേ പ്രശ്നമുള്ളൂ എവ്രി വൺ നീഡ്സ് ടു കൊടുക്കണേ അപ്പൊ അത് കറക്റ്റ് ആവും യു ഷുഡ് റെയിൻ ഇൻ യുവർ ലേസിനെസ് ദാറ്റ്സ് ഗ്രേറ്റ് യു ഷുഡ് റെയിൻ ഇൻ യുവർ ആങ്കർ ദാറ്റ്സ് ഗ്രേറ്റ് ഐ എം ട്രൈങ് ടു റെയിൻ ഇൻ മൈ ആങ്കർ അതർവൈസ് ഇറ്റ് ഹേർട്ട് അതേഴ്സ് ഇറ്റ് ഹേർട്സ് അതേഴ്സ് അല്ലേ ഐ എം ട്രൈങ് ടു റെയിൻ ഇൻ മൈ ആങ്കർ അതർവൈസ് ഇറ്റ് hurts others or it will hurt others അനുപേ വേണ്ടേ കാര്യം ഇറ്റ് സബ്ജക്ട് സിംഗുലർ അല്ലേ അപ്പോ അതിന് പാസ്റ്റ് അല്ലല്ലോ നീ എന്തായാലും കൊടുത്തിരുന്നത് ഹേർട്ടിന്റെ പാസ്റ്റ് ഹേർട്ട് തന്നെ ബട്ട് ഇവിടെ പാസ്റ്റ് അല്ല നമുക്ക് വേണ്ടത് സിംഗുലർ വേണം അപ്പോ ഇറ്റ് വിൽ ഹേർട്ട് കൊടുത്തോ അല്ലെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് ഹേർട്സ് അതേഴ്സ് കൊടുക്കണേ I rein myself when I see chocolates. Okay, I limit myself. That's great. Population rate in India is ticking up. That's great sentence. The petrol price is ticking up in earlier times. Okay, that's great. Hitler reigned Germany for many years. Hitler reigned in Germany. കേട്ടോ റെയിൻഡ് ഇൻ വെറും റെയിൻഡ് കൊടുക്കരുത് റെയിൻഡ് ഇൻ കൊടുക്കണം അതാണ് കറക്റ്റ് യൂസേജ് ജർമ്മനി ജി ക്യാപിറ്റൽ വേണേ ticking up your knowledge can make you a genius of course yeah that's great you should tick up your confidence great my father give me a lot of freedom and a big rain okay rain അല്ല അത് ഇതല്ല റെയിൻസ് കൊടുക്കുക എന്താ ഇൻ ദ റെയിൻസ് അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട് ഇൻ ദ റെയിൻസ് കൺട്രോളിലാക്കുക എന്നുള്ളതിനാണ് ഇൻ ദ റെയിൻസ് ഇങ്ങനെ കൊടുക്കാട്ടോ അപ്പൊ ഹവമോൾ ഇങ്ങനെ കൊടുക്കാട്ടോ പിന്നെ ഒരു പ്രശ്നമുണ്ട് ഗിവ് കൊടുക്കരുത് മൈ ഫാദർ ഗിവ്സ് തരുന്നു ഫ്രീഡം തരുന്നു അവിടെ തന്നെ ആ യൂസേജിന്റെ പ്രശ്നമാണ് എന്നാലും ഗിവ്സ് മീ കേട്ടോ ഗിവ്സ് മീ ഫ്രീഡം ആൻഡ് റെയിൻസ് മീ എന്ന് കൊടുത്തു റെയിൻസ് ഇൻ മീ എന്ന് കൊടുത്താലേ കറക്റ്റ് ആവുള്ളൂ യു ക്യാൻ കം ഇൻ ദ ക്ലാസ് അറ്റ് നൈറ്റ് okay you can join the class at night okay she comes in with me okay that's great she joins or she is involved in with me okay that's great involved with me okay you should daily come in for editorial session that will fatten your vocabulary avade cheriya change cheyan parate you should come in
daily for editorial session. That will fatten your vocabulary. Daily ഒരിക്കലും പിടിച്ച് മെയിൻ വെർബിന് മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. കാര്യം it is adverb of time ആണ് daily, frequency അല്ല. അപ്പൊ adverb of time എപ്പോഴാണ് വരണ്ടേ? ആ വെർബിനൊക്കെ ശേഷം come in daily എന്ന് കൊടുക്കുക for editorial session കേട്ടോ. അല്ലെങ്കിൽ come in for editorial session daily, അത് കഴിഞ്ഞിട്ട് കൊടുക്കുക, സെഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുക, ഡെയിലി കൊടുക്കുക. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഒരിക്കലും വെർബിന്റെ തൊട്ട് മുമ്പിൽ ഇട്ട് കൊടുക്കല്ലേ. സുമി ഒന്ന് ശ്രദ്ധിച്ചോണേ. കൃഷ്ണാഞ്ജന, ഗുഡ് മോർണിംഗ്. ഐ പ്രാക്ടീസ് ഡെയിലി ഇൻ ഓർഡർ ടു പുഷ് അപ്പ് മൈ സ്റ്റഡി. മൈ സ്റ്റഡി അല്ല ജിനു, മൈ സ്റ്റഡീസ്. പഠനം, പഠനം ഈസ് എ പ്ലൂറൽ നൗൺ ആണ്, സ്റ്റഡീസ് കേട്ടോ. കം ഇൻ എഡിറ്റോറിയൽ സെഷൻ അറ്റ് 8:30 AM. യെസ്. ധന്യ, ഗുഡ് മോർണിംഗ്. വിനു, ഗുഡ് മോർണിംഗ്. ഡോണ്ട് തിങ്ക് യു ആർ ഇൽ എഫേർഡ്. ഞാൻ വീണ്ടും പറയാം അമല, യു കെ നോട്ട് യൂസ് ബി ഫോർമുലേഷൻ വിത്ത് V1. ഇല്ല എഫേർഡ് V1 ആണ്, വെർബ് അല്ലേ, വെർബിന്റെ ഫസ്റ്റ് ഫോമാ. അതിനൊരിക്കലും കൊടുക്കത്തില്ല, ഇങ്ങനെ കൊടുക്കാം. ഡോണ്ട് തിങ്ക് യു ക്യാൻ ഇൽ എഫേർഡ്, പുഷ് അപ്പ് യുവർ കോൺഫിഡൻസ്. ഇങ്ങനെ ഇൽ എഫേർഡിനൂടെ ഒബ്ജക്റ്റ് നിർബന്ധമാണ്, അത് വേറൊരു കാര്യം. ഡോണ്ട് തിങ്ക് യു ക്യാൻ ഇൽ എഫേർഡ് ഇറ്റ്, പുഷ് അപ്പ് യുവർ കോൺഫിഡൻസ് എന്ന് കൊടുക്കും. ഇറ്റ് അവിടെ വെർബ് ഒബ്ജക്റ്റ് വേണം കേട്ടോ, ഈ വെർബിന് ഒബ്ജക്റ്റ് നിർബന്ധമാണ്. ഇൽ എഫേർഡ് വാട്ട് എന്ന് ട്രാൻസിറ്റീവ് ആണ്. സിൻസ് ദി കാൻഡിഡേറ്റ്സ് വർ cherry-picked in public employments that reigned in further ticking up of party supporters. ഒരു പ്രശ്നമുണ്ട്. സിൻസ് എന്ന് കൊടുക്കുമ്പോൾ അതിൽ ഒരു ഫ്രേസ് വന്നു, അപ്പൊ ദാറ്റിന്റെ ആവശ്യം അവിടെ ഇല്ല. നീ ഉദ്ദേശിക്കുന്ന ദാറ്റ് റിലേറ്റീവ് പ്രോനൗൺ അല്ലാതെ എന്താ അത് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. സിൻസ് ദ കാൻഡിഡേറ്റ്സ് were cherry-picked in the public employments, that reigned in further ticking up of party supporters. അത് കൊടുക്കാം, കോമ കൊടുക്കണം, ഇല്ലെങ്കിൽ എന്റെ മീനിങ് മാറിപ്പോകും കേട്ടോ ഷമാസെ. അത് ഫ്രേസ് ആയിട്ട് തന്നെ നിൽക്കും, അതാ പ്രശ്നം. World countries are trying to rein in climate change by implementing many measures and policies. That's great. It pushed up everyone to participate in environment awareness campaign. Great. Government ticks up so many new schemes but do not take any efforts to aware people അല്ല, to make aware people. To aware people correct. Aware correct. Yes, aware people about schemes. That's great. Yes. The father advised his son to rein in his expenses. That's great. You have to tick up your study time to achieve your goal. That's great. Great. Moving on. അടുത്ത സെറ്റിലോട്ട് പോവാം. Set the stage. അല്ലേ, അരങ്ങൊരുക്കുക നമ്മൾ പറയണ്ടല്ലേ, അരങ്ങൊരുക്കുക. What is set the stage? Prepare conditions for something to occur. എന്തൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, എന്തൊരു കാര്യം ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക അല്ലെ. മേക്ക് കണ്ടീഷൻസ് ഫോർ എവറിത്തിങ്. കണ്ടീഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാം എങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഇസ് സെറ്റ് ദ സ്റ്റേജ് അല്ലെ. സെറ്റ് ദ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അരങ്ങൊരുക്കുക. അറിയാലോ, മലയാളത്തിലും ഇതൊരു ഇഡിയമാണ് ആൻഡ് സെറ്റ് ദ സ്റ്റേജ് ഇംഗ്ലീഷിലും ഒരു ഇഡിയം തന്നെയാണ്. മീനിങ് ഇത്രേ ഉള്ളൂ, യു പ്രിപ്പയർ ദ കണ്ടീഷൻസ് ഫോർ സംതിങ് ടു ഹാപ്പൻ, സംതിങ് ടു occur. ദാറ്റ് ഇസ് സെറ്റ് ദ സ്റ്റേജ്. ക്ലിയർ അല്ലേ? അടുത്ത സെറ്റ് ടു, ഇന്നലെ തന്നെ പഠിച്ച സെറ്റ് ടു, ബിഗിൻ വർക്കിംഗ്. ആക്റ്റീവായിട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. യു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് സംതിങ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത റെഫറൻഡം. ഈ റെഫറൻഡം ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇലക്ഷൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ റെഫറൻഡം കേൾക്കാം. പബ്ലിക് വോട്ടിനാണ് റെഫറൻഡം എന്ന് പറയാം. റെഫറൻഡം. ഓക്കെ, ഓർത്ത് വെച്ചാൽ റെഫറൻഡം. അടുത്ത കം ഇൻ ഹാൻഡി. എന്താണ് കം ഇൻ ഹാൻഡി? കം ഇൻ ഹാൻഡി എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുന്നു, അവൈലബിൾ ആയിട്ടുള്ള എന്നാണ്. ഹാൻഡി ആണ്, ഇറ്റ്സ് ഹാൻഡി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അവൈലബിൾ, ഇറ്റ്സ് ദെയർ, അത് നമ്മുടെ ഉണ്ട്, നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് എങ്കിൽ നമുക്ക് പറയാം ഹാൻഡി എന്ന് പറയാം. സോ സംതിങ് ദാറ്റ് കംസ് ഇൻ ഹാൻഡി എന്ന് പറഞ്ഞാൽ turns out to be useful. ഉപകാരപ്പെട്ടു, അതാണ് കം ഇൻ ഹാൻഡി. ഉപകാരപ്പെടുന്നത്, അത് ഉപകാരപ്പെടുന്നതാവുന്നു, അതിനെയാണ് നമ്മൾ കം ഇൻ ഹാൻഡി എന്ന് പറയാം. These things come in handy. These things are really useful അല്ലെ, നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കം ഇൻ ഹാൻഡി ഓർത്തോണെ. കം ഇൻ ഹാൻഡി ഒരു ഫ്രേസ് ആണ്, ഓർത്ത് വെച്ചോളാം. ഇഡിയമാണ് ശരിക്കും പറഞ്ഞാൽ, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അടുത്തൊരു ഫ്രേസൽ വെർബ് പിടിച്ചോ, ക്യാഷ് ഇൻ ചെയ്യുക. നമ്മൾ കുറച്ച് നാളെ മുമ്പ്, ഒരു മാസമൊക്കെ ആയി കാണുമായിരിക്കും, ക്യാഷ് ഇൻ ചെയ്യുക പഠിച്ചിട്ടുണ്ട്. ക്യാഷ് ഇൻ ചെയ്യുന്ന ചിത്രമുള്ളൂ. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ് ഓർ എക്സ്പ്ലോയിറ്റ് എ സിറ്റുവേഷൻ. മുതലെടുക്കുക അല്ലെ, മുതലെടുക്കുന്നതിന് നമുക്ക് പറയാം ക്യാഷ് ഇൻ ചെയ്യുക എന്ന് പറയാം. കേട്ടോ, മുതലെടുക്കുന്നതിനാണ് ക്യാഷ് എന്ന് പറയാം. മുതലെടുക്കുകയാണ്, സജീവ എന്ന് ചോദിക്കില്ല സാധനം. ഇഫ് യു വോണ്ട് ടു ബി ഡെമോഗോഗ് യു മസ്റ്റ് നീഡ് ടു റെയിൻ ഇൻ യുവർ ഡ്രക്കോണിക് ബിഹേവിയർ ഇൻ ഓർഡർ ടു കോപ്പ് വിത്ത് വേരിയസ് കൈൻഡ്സ് ഓഫ് സിറ്റുവേഷൻസ്. ഗ്രേറ്റ്. I come in many company anyway, many എന്ന് പറയുന്നതിന് എപ്പോഴും ഡിറ്റർമിനറിന്റെ കൂടെ പ്ലൂറൽ നൗണേ കൊടുക്കാൻ പറ്റും. I come in many companies and manage as manager, but none of the companies give me job satisfaction.
അവിടെ give me പറയില്ല. None of the company, ഒരു company, zero company, that means gives me. അപ്പോൾ നിനക്ക് ഇത് കൊടുക്കാം കേട്ടോ. I come in many companies as manager, but none of the company gives me job satisfaction എന്ന് കൊടുക്കണം കേട്ടോ. Alright. The KSRTC will set to extend more number of services in rural areas. Great. I set the stage for my upcoming examinations. That's great. Exams. That's great. So the referendum came in handy for the opposition party as it set the stage for a new government. Okay. That turned out to be useful for the opposition party as it created opportunity for new. Great sentence. That's great. She sets the stage for her bestie's wedding. That's great. Before election, the political parties visit house for referendum. Yeah. ഈ റെഫറൻഡം പബ്ലിക് വോട്ട് ഇങ്ങനെയല്ല കേട്ടോ. പബ്ലിക് വോട്ട് ഇസ് ഒരു പ്രൊപ്പഗാൻഡയാണ്. അങ്ങനെ ഒരു കാര്യം നടക്കുന്നു. പബ്ലിക് വോട്ട് റെഫറൻഡത്തിന് വേണ്ടിയല്ലോ, അത് ക്യാൻവാസിന് വേണ്ടിട്ടോ വീടുകളിൽ കയറി ഇറങ്ങുന്നത് അല്ലെ. ഹൗസ് ഫോർ റെഫറൻഡം അല്ല, ഹൗസ് ഫോർ ക്യാൻവാസിംഗ് ആണ് അവിടെ കേട്ടോ. ആദ്യ കാര്യം കോണ്ടെക്സ്റ്റുവൽ. Qatar set the stage for the forthcoming football World Cup. Yeah. I sat the stage before 2 days when I went to college tour. Oh, that's great. 2 ദിവസം മുമ്പേ ഞാൻ റെഡി ആയിരുന്നു അല്ലേ. രാഹുൽ set the stage for his wedding. Great. സെറ്റിന്റെ പാസൻസ് സെറ്റ് തന്നെയാണ്. SET സെറ്റ് ഇല്ലേ, പാസൻസ് സെറ്റ് തന്നെയാണ്. പ്രസന്റൻസിൽ സെറ്റ്, പാസൻസിൽ സെറ്റ്, V1 V2 V3 സെറ്റ്. All right. I predicting my professional demand will tick up next year. My prediction of my professional life. I predicting പറയില്ല, my predicting of അങ്ങനെ. ഇനിയിപ്പോൾ അത് ജെറണ്ട് കൊടുക്കണമായിരുന്നെങ്കിൽ ഹവമോൾ ഇങ്ങനെ കൊടുക്കണമായിരുന്നു. My predicting of my professional life. Sorry, professional demand. My predicting of my professional demand എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ I predict my professional demand will tick up next year എന്ന് കൊടുക്കാം. I predict. അവിടെ predicting കൊടുക്കരുത്, I predict കൊടുത്തു. That's right. Kerala government set in stage for campaign against drugs. Yes, great. Yeah. The Hindu editorial came in handy to learn new vocabularies. Vocabularies ഇല്ലട്ടോ എമ്മിലെ vocabulary. It's an uncountable noun. Vocabularyയുടെ പ്ലൂറൽ നമുക്കില്ല. Vocabulary എന്ന് പറയുമ്പോൾ തന്നെ ഗ്രൂപ്പ് ഓഫ് വേർഡ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ അല്ല, നമ്മൾ പറയില്ലേ വാക് സമ്പത്ത്, അതിനാണ് vocabulary എന്ന് പറയാം. അതിനെ ഒരിക്കലും എന്ത് കൊടുക്കാൻ പറ്റില്ല, പ്ലൂറൽ ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് an uncountable noun. കേട്ടോ. vocabulary എന്ന് കൊടുത്തു, to new vocabulary കൊടുത്തു. That's right. കേട്ടോ. The Hindu editorial session comes in handy for many of us to improve vocabulary. Great. Good for you. Teacher set the stage for exhibition program. Yeah. We should cash in new opportunities. Yeah. We have to take advantage of new opportunities. Yes. Referendum is vital for a government to exist, of course. She has been running around for setting the stage for the inauguration ceremony. Great. I set to take my maximum potential. That's great. Kolkot is going to set the stage for upcoming state Kalolso. Yes. Youth Festival. Kalolso in English and the Youth Festival. Flipkart is offering 50% off on all products. Cash in the offer. That's great. Amala, Flipkart in okay. Junagadh was merged into Indian Union through referendum. That's great. I cash in my sister when she hide something from my parents. I cash in my sister when she hides. അല്ലേ, സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് കൊടുക്കണം. സിമ്പിൾ പ്രസന്റ് പ്രശ്നം എന്താ, സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കണ്ടേ. ഷീ സിംഗുലർ അല്ലേ, അപ്പൊ ഹൈഡ്സ് കൊടുക്കണ്ടേ. ലക്ഷ്മി ഷീ ഹൈഡ്സ് സംതിങ് ഫ്രം മൈ പേരൻസ്. കേട്ടോ, കൊടുക്കണേ. Rhetorically, the opposition partisans cased in അല്ല, cashed in. We know cash H missing on law, the adverse negative referendum of BJP party ahead of the election. Okay, I set a new routine in order to cash in opportunities. Great, that's great. She set to for cracking alla, set to crack the exam madi. She is set to, you know what I mean, she is set to, she is ready to അങ്ങനെയുള്ള അർത്ഥത്തില. She is set to begin working. Okay ആണ്, സെറ്റ് ആണെന്നുള്ള അർത്ഥത്തില. അപ്പൊ നമുക്ക് പറയാം സെറ്റ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം, ഷീ സെറ്റ് ടു ക്രാക്ക് ദി എക്സാം. ദാറ്റ്സ് ഇറ്റ്. ഷീ സെറ്റ് ടു ക്രാക്ക് ദി എക്സാം. അതുപോലെ യു ആർ ഡെലിബറേറ്റ്ലി സെറ്റിംഗ് ദ സ്റ്റേജ്. ഷീ ഈസ് സെറ്റ് ടു ആകുമ്പോൾ അത് തേർഡ് ഫോം ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യു ആർ ഡെലിബറേറ്റ്ലി സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ദ പ്രൊട്ടസ്റ്റ്. ദാറ്റ്സ് നോട്ട് ഗുഡ്. ഗ്രേറ്റ് സെന്റൻസ്. ഹിമാചൽ പ്രദേശ് റെഫറൻഡം ഫോർ അസംബ്ലി ഇലക്ഷൻ. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹിമാചൽ പ്രദേശ് പബ്ലിക് വോട്ട് ഫോർ റെഫറൻഡം. സെന്റൻസ് അല്ലല്ലോ കൃഷ്ണൻ, അതെ സെന്റൻസ് അല്ല. ഹിമാചൽ പ്രദേശ് is creating a referendum, is making a referendum for or arranging a referendum for assembly election എന്ന് കൊടുത്തു.
എന്ന് കൊടുക്കട്ടോ. വെർബ് അവിടെ വേണേ, എന്നാലേ സെന്റൻസ് ആവുള്ളൂ. യൂട്യൂബ് ചാനൽസ് ടേക്ക് റെഫറൻഡം ഫോർ മെനി തിങ്സ് ബട്ട് റെഫറൻഡം ഒരിക്കലും അല്ല, അങ്ങനത്തെ വോട്ട് എന്ന യൂസേജ് അല്ല. പക്ക നമ്മൾ ഇലക്ഷൻ ഉപയോഗിക്കുന്ന റെഫറൻഡം, പബ്ലിക് വോട്ടിലെ അതിനാണ് റെഫറൻഡം എന്ന് പറയാം. അപ്പൊ ഒരിക്കലും അത് യൂട്യൂബിൽ ആ ഒരു രീതിയിൽ പറയില്ല കേട്ടോ, റെഫറൻഡം എന്ന് പറയില്ല കേട്ടോ അനുപേ. ബട്ട് none of those channels can give clarity to the public on the issues, on those issues. Okay, അത് വോട്ടാണ്. ഈ പബ്ലിക് വോട്ട് നമ്മൾ പറയുന്ന ലിറ്ററലി നമ്മൾ പറയില്ലേ, നമുക്കൊരു വലിയൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന അതിന് വൺ വേർഡ് ആയത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണേ. Your valuable advice came in handy in my difficult situations. That's great. She sets to tick up her vocabulary. That's great. Okay, the hedging of police personnel by CM came in handy for their heinous behavior towards people. That's great. അപ്പൊ അടുത്തോട്ട് പോകാം, നമുക്ക് സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. സോ പീപ്പിൾ, ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ്. നമുക്ക് 15% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്ക് ഉള്ളവരെ അറിയാലോ. ആൻഡ് എന്റെ കോഡ് അറിയാലോ, Y314. ഇന്നാണ് നമ്മുടെ SSC GD ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ SSC GDക്ക് ക്ലാസ്സുകളിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. Y314 ആണ് കോഡ്. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം അപ്ലൈ ചെയ്യാം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാര്യം SSC GD എക്സാമിന് ഫോഴ്സ് എക്സാം ആണ്, ഫോഴ്സിന് വേണ്ടിയിട്ടാണ്. 30-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. അപ്പോൾ 10th ലെവൽ ക്വാളിഫിക്കേഷൻ മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. മാത്രമല്ല എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല നല്ല എന്താ പറയാ, നമുക്ക് വലിയ ഇതൊന്നുമില്ല. മാത്സ് ഒക്കെ എലമെന്ററി മാത്തമാറ്റിക്സ് വളരെ ചെറുതാ, വളരെ സിമ്പിളാ. ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ കാണും, ഇന്നലെയൊക്കെ ക്വസ്റ്റൻസ് കണ്ടില്ല, ഇന്നും ഉണ്ട് 9:30 മണിക്ക് നമ്മൾ സെഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് നിങ്ങൾ കണ്ടറിയാം. 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യുന്നവർ കോഡ് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ SCGL പഠിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന് മുമ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. വൺസ് കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അല്ലാത്തവർ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെയൊക്കെ ക്വസ്റ്റൻസ് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തിട്ട്, നിങ്ങൾ ടെസ്റ്റ് സീരീസ് ആയാലും എടുത്താലും കുഴപ്പമില്ല, ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാര്യം എത്രത്തോളം എക്സാം മുന്നോട്ട് നമ്മൾ അടുക്കുന്നു അത്രത്തോളം പ്രാക്ടീസ് നമുക്ക് വേണം കേട്ടോ, അത് ശ്രദ്ധിച്ചോളാം. മൂവിങ് ഓൺ ടു വേർഡ്സ്. ആദ്യത്തെ വേർഡ് പിടിച്ചോ, വാച്ച്ഫുൾ. വാച്ച്ഫുൾ. അപ്പൊ ലൈവിലുള്ളവരൊക്കെ എന്തെടുക്കുക പിള്ളേരെ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, അല്ലെ? ലൈവിലുള്ളവരൊക്കെ ഒരു സ്നേഹം കാണിക്കാം, അല്ലെ? ഒരു ലൈക്ക് ഒക്കെ ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, ജാടൊന്നും കാണിക്കണ്ട, അല്ലെ? യെസ്, വാച്ച്ഫുൾ. വാച്ച്ഫുൾ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം വിജിലന്റ് ആണ്, അലേർട്ട് ആണ്, ഒബ്സർവന്റ് ആണ്, കെയർഫുൾ ആണ്, അറ്റന്റീവ് ആണ്. ബി വാച്ച്ഫുൾ, അല്ലെ? വാച്ച് ഡോഗ്സ് എന്നൊക്കെ കേട്ടില്ലേ? സോ വാച്ച്ഫുൾ എന്ന് പറഞ്ഞ അർത്ഥം ഒബ്സർവന്റ്, അലേർട്ട്, വിജിലന്റ്. വാച്ച് ചെയ്യാം, വാച്ച്ഫുൾ ആവാം, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അഡ്ജക്റ്റീവ് ആണ്, ശ്രദ്ധയോടെ ഇരിക്കുക, ദാറ്റ്സ് ഇറ്റ്. യെസ്, നോക്കട്ടെ. The money will be come in handy when I want to eat. Will be come in വേണ്ട, money will come in handy കേട്ടോ. The money will come in handy when I want to eat എന്ന് കൊടുക്കണേ, അപ്പൊ അത് കറക്റ്റ് ആണ്. Alright, the governor, അവിടെ ബി വേണ്ട, അവിടെ the governor and the government of Kerala caution each and every opportunity to quarrel with each other. Of course ആണ് അല്ലേ, എപ്പോഴും മടക്കാവും തമ്മില്. Getting the heed, commendable, laudable എന്ന മീനിങ് അല്ലേ. Getting the heed, get the heed, ഒരു സെക്കൻഡ്, get the attention, get the heed, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, ഉറപ്പൊന്ന് ആക്കിക്കോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. തെറ്റിപ്പോയാലേ എനിക്ക് അത്ര ഉറപ്പ് വരുന്നില്ല, പറയാം. Get the heed, get the head ആണോ ഉദ്ദേശിക്കുന്നത്? ഹീഡ് എന്നൊരു അങ്ങനെ ഒരു ഫ്രേസൽ വേർബ് ഇല്ലല്ലോ. ഗെറ്റ് ദ ഹെഡ് അറൗണ്ട് സംതിങ്, ഹെഡ് ഗെറ്റ് റൗണ്ട്, അങ്ങനെ ഉള്ളല്ലോ. ആ ഒരു ഫ്രേസൽ വേർബ് ഇല്ല കേട്ടോ വിനു. നമുക്ക് ഗെറ്റിംഗ് ദ ഹീഡ്, ഹീഡ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ എന്നാണ്. അപ്പോൾ ഗെറ്റ് ദ അറ്റൻഷൻ എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം വരുള്ളൂ കേട്ടോ. കാര്യം ഇതില്ല, അങ്ങനെ ഒരു ഫ്രേസൽ വേർബ് ഇല്ല. RB officers are always watchful. Yes. Security men always remain watchful. Yes, they do. അല്ലെ? അടുത്ത് നോക്കാം, സക്കർ. കഴിഞ്ഞ ദിവസം, ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സക്കർ. സക്കർ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും ഉപയോഗിക്കാം. മീനിങ് ഇത്രേ ഉള്ളൂ, സപ്പോർട്ട്, അല്ലെ? അസിസ്റ്റൻസ്, സപ്പോർട്ട്, കംഫർട്ട്. അപ്പോ സപ്പോർട്ട് ചെയ്യുക, ഓർ അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, എയ്ഡ് ചെയ്യുക, ദാറ്റ്സ് സക്കർ. അറിയാലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. അടുത്ത പ്രൊസീഡിങ്, മുൻപേ ഉള്ള അതാണ് പ്രൊസീഡിംഗിന്റെ അർത്ഥം. ഫോർ ഗോയിങ്, പ്രീവിയസ്, പ്രയർ, ഫോമർ, ദാറ്റ് ഈസ് പ്രൊസീഡിംഗ്, അല്ലെ? പ്രൊസീഡിംഗ് ഇലക്ഷൻ, പ്രൊസീഡിംഗ് പ്രോഗ്രാം, പ്രൊസീഡിംഗ് പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മുൻപേ ഉള്ള. ഫോർ ഗോയിങ്, പ്രീവിയസ്, പ്രയർ, ഫോമർ, കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്. ഇന്നലെ ഡിസ്കസ് ചെയ്ത വേറൊരു വാക്കുകൂടെ പിടിച്ചോ, സ്റ്റിയർ ചെയ്യുക. സ്റ്റിയർ ചെയ്യുക മീൻസ് ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, മനൂവർ ചെയ്യുക, നാവിഗേറ്റ് ചെയ്യുക, അല്ലെ? നമ്മളെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, നയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സ്റ്റിയർ എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെ? ഓർത്തോണേ. അടുത്ത ടെമ്പർ.
ടെമ്പർ അറിയാലോ, ഒന്ന് our mood or temperament, നമ്മുടെ മൂഡ്, ടെമ്പറമെന്റ്, ഡിസ്പൊസിഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ടെമ്പർ ചെയ്യുക, എന്ന് ടെമ്പർ ചെയ്യുന്ന വേർബാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. മോഡറേറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഒരു കാര്യത്തിൽ ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുപോകുക അല്ലെ, ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക, മോഡറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടെമ്പർ ചെയ്യുക എന്ന് പറയുക. മോഡുലേറ്റ്, മോഡറേറ്റ് എന്നൊക്കെ അർത്ഥം ഓർത്ത് വെച്ചോണം. ദാറ്റ് ഇസ് ടെമ്പർ. ടെമ്പർ എന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് വേർബ് ആണ്. നൗൺ ആയിട്ട് ഉപയോഗിക്കും, വെർബായിട്ട് ഉപയോഗിക്കും. വെർബായിട്ട് ഉപയോഗിക്കും എന്റെ മീനിങ് മോഡറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെമ്പർ ദി സിറ്റുവേഷൻ, തിങ്സ് ലൈക്ക് ദാറ്റ്. കേട്ടോ, ഒന്ന് ഓർത്തോണേ. All right, let me see. He is always watchful person in my classroom. That's great. He was a watchful student before, but now he is completely opposite. Okay. I can't hide anything from my watchful boss. That's great. You must be watchful when you deal with smugglers. Of course you must be. Detectives have been an ability. Detectives have an ability. Have been എന്തിനവിടെ പാസിവൈസേഷൻ വേണ്ട അനൂപേ, അവർക്കുണ്ട്, എബിലിറ്റി ഉണ്ട് എന്നാണ് അല്ലെ. ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ, ഉണ്ടാകപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അത് പാസിവൈസേഷൻ ആണ്. അവിടെ പാസിവൈസേഷൻ അല്ലോ, സബ്ജക്റ്റ് ഒരു വ്യക്തിയാണ് പറയുന്നത്. അപ്പൊ വ്യക്തി ചെയ്യുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ ആക്റ്റീവ് ആണോ അത്. ഡിറ്റക്റ്റീവ്സ് ഹാവ് ആൻ എബിലിറ്റി ടു വാച്ച്ഫുൾ അല്ല, ടു ബി വാച്ച്ഫുൾ ഓഫ് എവറിത്തിങ് അറൌണ്ട് ദം. അവിടെ പ്രശ്നമുണ്ടേ. ടു വാച്ച് എവറിത്തിങ് ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. ടു ബി വാച്ച്ഫുൾ ആണെങ്കിൽ ടു ബി വാച്ച്ഫുൾ ഓഫ് എവറിത്തിങ് എന്ന് കൊടുക്കണം കേട്ടോ. ടു ബി വാച്ച്ഫുൾ ഓഫ് എവറിത്തിങ് അറൌണ്ട് ദം എന്ന് കൊടുക്കണം. അതിനുപേ ശ്രദ്ധിക്കണം. He succored me for finding proper way. That's great. The opposition party is watchful over the faults of government. Okay. Can you succor him with this project? Of course. Older people need succor from younger ones. Of course. The doctor is succored by nurse in the hospital. All right. Her watchful eye removed the anomalies in conducting the program. Okay, good. People love to succor others because succor gives less responsibility. Of course, two hands are really helpful. ഒരു കൈ കൂടെ കിട്ടിയാൽ നല്ലത് അല്ലെ, മറ്റൊരു കൈ കൂടെ ഉണ്ടെങ്കിൽ ഒരു സഹായമാവില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. That's great. Great. You should be watchful while driving. Of course you should be. Abhilash Tommy steers himself to victory in the competition. That's great. He was the preceding MD of the company. Okay, he was in a very good temper. Great. Parents should be watchful in order to succor their children. All right. Simple present madi. Yes, simple present madi. Adile avade passivization varumbada been varunne. Adana idile pratyekada. Okay, nee passivization koduthu adum perfect tense passivization avarte. Be watchful in tempering your anger. അവിടെ പെർഫെക്റ്റ് ടെൻസും അല്ല കേട്ടോ. ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രശ്നമുണ്ട്. ബീൻ എന്ന് പറയുന്നത് ബി എന്ന ഫോർമുലേഷനില്ലേ, V1ന്റെ തന്നെ തേർഡ് ഫോം ആയിട്ട് കൊടുക്കുന്ന അതാണോ. ബി എന്ന വേർബില്ലേ, അതിന്റെ തേർഡ് ഫോം ആയിട്ട് കൊടുക്കാം. രണ്ട് രീതിയിൽ കൊടുക്കാമല്ലോ. ഐ ഹാവ് ബീൻ ഹാപ്പി എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് അല്ല അല്ലെ. ഐ ഹാവ് ബീൻ ഹാപ്പി എന്ന് പറയുമ്പോൾ അത് ആണോ പെർഫെക്റ്റ് ടെൻസ് ആണോ? അല്ല. പെർഫെക്റ്റ് ടെൻസ് ആണ്, പക്ഷെ പാസീവ് അല്ല. സോറി, പെർഫെക്റ്റ് ടെൻസ് ആണ്, പക്ഷെ പാസീവ് അല്ല. അതാണ്. Okay. Be watchful in tempering your anger. That's great. The preceding moderating. The preceding slide has course details. Yes, that's great, MJ. The succor rendered by officials ticked up their followers. Did you memorize the preceding chapter? Great. The watchful officer succored the people to use life jacket. My parents cheer me. That's great. IB റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ വരും അമ്മു വരും. ഇപ്പൊ താൽക്കാലികമായിട്ട് എന്തോ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്ത് വെച്ചേക്കാം, ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് ആക്ച്വലി. അത് വരും, ഇത്തവണ വരും, അത് വരും കേട്ടോ. It is a fundamental duty of each and every citizen of India to succor scientific temper and fight against superstition. Yes, yes, yes. Boss satisfied with succor of his subordinates. Great. Boss satisfied അല്ല, boss is satisfied. Boss satisfy ചെയ്യപ്പെട്ടു with succor of his subordinates. അല്ലെ, boss satisfy ചെയ്യപ്പെട്ടു അല്ലെ. അല്ലെങ്കിൽ സാറ്റിസ്ഫൈ വാട്ട്, സാറ്റിസ്ഫൈ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആയിട്ട് വരണം, ഒബ്ജക്റ്റ് വരണം ആക്റ്റീവിലാണെങ്കിൽ. ഇതിപ്പോ ആക്റ്റീവിൽ അല്ല കൊടുക്കുക, സാറ്റിസ്ഫൈഡ് ആയി പുള്ളിക്കാരൻ. അപ്പൊ സംതിങ് ഹാസ് സാറ്റിസ്ഫൈഡ് ഹിം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ബോസ് ഇസ് സാറ്റിസ്ഫൈഡ് എന്ന് കൊടുക്കണേ സുമി. ഇറ്റ് ഈസ് ഓണേഴ്സ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ ടു render essential succor for indigenous people and steer the condition with proper slicing and dicing when an abysmal situation is grinding on. Great. Keep a watchful eye on elderly people. They are like a baby. They are like a baby അല്ല, they are like babies കേട്ടോ. They are like babies എന്ന് കൊടുക്കണേ. പ്ലൂറൽ കൊടുക്കണം കേട്ടോ അവിടെ. ഹവ മോളെ,
Rindu ma'am suckers us to make sentences. Yes, I do. The preceding chapter was easy to understand. But this is not. That's great. He succored all the women to cross the road. Okay. ഒരു വുമൺ ആണെങ്കിൽ വുമൺ ആണ്, ഇറ്റ്സ് നോട്ട് വിമൻ കേട്ടോ, വിമൻ പ്ലൂറലാ. മൈ ഫ്രണ്ട്സ് സക്കർ വിത്ത് ആർ സക്കർ വിത്ത് മീ ഫോർ എനിത്തിങ്. മൈ ഫ്രണ്ട്സ് സക്കർ മീ, അവിടെ സക്കർ മീ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, മൈ ഫ്രണ്ട്സ് ഹെൽപ്പ് മീ, അവിടെ അസിസ്റ്റ് മീ, അവിടെ ആറും വേണ്ട വിത്തും വേണ്ട കേട്ടോ. ജസ്റ്റ് നൗ റവി ഗുഡ് മോർണിംഗ്. Teacher steer her. Teacher steers her students to gain good marks. Steers, teacher singular അല്ലേ കൃഷ്ണൻ, അപ്പോൾ steers കൊടുക്കണ്ടേ, പ്ലൂറൽ കൊടുക്കരുത്. വെർബ് സിംഗുലർ കൊടുക്കണം, സബ്ജക്ട് സിംഗുലർ എങ്കിലും. The preceding chapter taught by the teacher helped him to steer how to prepare for upcoming examinations. Great. The army demagogue ordered his personnel to be watchful while taking strides. Great. Our preceding CJI talks about discrimination of women judges in our country. Okay, that's great. A Google map steered us towards a destination as we were misled by. Okay, as we were misled by. Misled ന്റെ spelling നോക്കിയേ, LED അല്ല, LED. That's a misled. LED ന്റെ V3 LED കേട്ടോ. Misled by preceding signboard. The navigating officer of Navy steered the ship in sea. Navigating officer singular അതല്ലേ, subject singular അല്ലേ, അപ്പോൾ steers the ship കൊടുക്കണം, steers the ship കൊടുക്കണേ. ആദിത്യ ടെമ്പർ ഒന്നുകൂടെ പറയാം. ടെമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥം ഉണ്ട്, രണ്ട് പാർട്സ് ഓഫ് സ്പീച്ചും ആണത്. ടെമ്പർ എന്ന് പറഞ്ഞാൽ ടെമ്പറമെന്റ്. പ്ലീസ് ഗോ അവേ, ഐ എം നോട്ട് ഇൻ എ ഗുഡ് ടെമ്പർ. ഇപ്പൊ ഞാൻ നല്ലൊരു ടെമ്പറിലല്ല, നല്ലൊരു മൂഡിലല്ല ഇപ്പൊ, നീ മാറിപ്പോക്കോ, അതാ നിനക്ക് നല്ലത്. ദാറ്റ്സ് ടെമ്പർ, നൗൺ. പക്ഷേ ടെമ്പർ, ദി ഗവൺമെന്റ് നീഡ്സ് ടു ടെമ്പർ ദി ഇമ്പോർട്ട്സിനെ മോഡറേറ്റ് ചെയ്യണം, ഓർ ടെമ്പർ ദി ടാക്സ് എന്ന് പറയാം, ഓർ ടെമ്പർ ദി പ്രൈസ് ഹൈക്ക് എന്ന് പറയാം, മോഡറേറ്റ് ചെയ്യാം. That's temper. Verb ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ടെമ്പർ ഉപയോഗിക്കുന്ന വേറെ യൂസേജ് ആണ്. That's a difference. ഇന്നാളെ നമ്മൾ ഡിഗ്രി പ്രിൻസിൽ ഒരു ചോദ്യം വന്നില്ലേ, റെസ്യൂം കോമ്പിനേഷൻ കണ്ടില്ലേ. റെസ്യൂം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള വെർബും ഉണ്ട്, എന്നാൽ റെസ്യൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോഡേറ്റ CV എന്ന് പറയുന്ന യൂസേജും ഉണ്ട്. സെയിം സാധനമാണ്. ടെമ്പർ നൗൺ ആയിട്ടും വെർബ് ആയിട്ട് ഉപയോഗിക്കപ്പെടാം. That's a difference. Okay. Preceding incidents support his intention to do the crime. All right, that's great. His sister is always there to steer her when she faces any difficulties. When she faces, ഞാൻ നേരത്തെ പറഞ്ഞ സേവ സബ്ജക്ട് സിംഗുലർ അല്ലെങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കണം, ആണ് ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അവൾക്ക് എപ്പോഴും അവരുടെ സിസ്റ്റർ കൂടെ ഉണ്ടാവും, അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സ്റ്റിയർ ചെയ്യാൻ വേണ്ടി. സോ ഷീ ഫേസസ് എനി ഡിഫിക്കൽട്ടീസ്, ഷീയുടെ കൂടെ ഫേസസ് കൊടുക്കാം. ഓക്കെ, യാ. You should be watchful for upcoming notification. That's great. Moving on people, next setലോട്ട് പോകാം. ഇൻസ്ട്രുമെന്റൽ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഇൻസ്ട്രുമെന്റൽ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്, ആക്റ്റീവ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള. ഇൻസ്ട്രുമെന്റൽ like you say like people are instrumental, something instrumental ആണ്, ഹെൽപ്ഫുൾ ആണ്, ഉപയോഗപ്പെടുന്നതാണല്ലേ, ഇൻവോൾവ് ആണ്, ആക്റ്റീവ് ആണ്, ഇൻഫ്ലുവൻഷ്യൽ ആണ്, ഹെൽപ്ഫുൾ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ഇൻസ്ട്രുമെന്റൽ എന്ന് പറയുന്നത്. പല യൂസേജ് ഉണ്ട് ഇൻസ്ട്രുമെന്റൽ, ഓർത്ത് വെച്ചോളാം, ഉപകാരപ്പെടുന്ന കാര്യം. That is instrumental. At the imperative അറിയാലോ, it's an imperative എന്ന് പറഞ്ഞാൽ it's a necessity, വളരെ urgent thing ആണ്, essential thing ആണെങ്കിൽ you can say that is an imperative എന്ന് പറയും, noun ആയിട്ട്. Adjective ആയിട്ട് ഉപയോഗിക്കാം. imperative action എന്നൊക്കെ പറഞ്ഞാൽ crucial, vital, peremptory എന്ന് പറയുമ്പോൾ തന്നെ നോക്കിയാൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള, ഡിമാൻഡിൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. So that's it, imperative. അടുത്ത വോളറ്റൈൽ, കേട്ട് പരിചയമുള്ളതായിരിക്കും. വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഇവാപറേറ്റീവ് എന്നൊക്കെ സയന്റിഫിക് ഇതിൽ നിങ്ങൾ പഠിക്കും, സയൻസിൽ. പക്ഷെ വോളറ്റൈൽ സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞാൽ ടെൻസ് സിറ്റുവേഷൻ ആണ്, സ്ട്രെയിൻഡ് ആണ്, ഫ്രോട്ട് ആണ്, വറീഡ്, അൺഈസി, അതാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. വോളറ്റിലിറ്റി നൗൺ ആണ്, വോളറ്റൈലിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. വോളറ്റിലിറ്റി നൗൺ ഉണ്ട്, ഇന്ന് വോളറ്റിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു, വോളറ്റിലിറ്റി, അപ്പോൾ അത് നൗൺ ഫോർമുലേഷൻ ആണെന്ന് മാത്രം ഓർത്താൽ മതി. ടെൻഷൻ. അടുത്ത റിസെന്റ്മെന്റ്, കേട്ട് പരിചയമുണ്ടായിരിക്കും. റിസെന്റ് ചെയ്യുക ആൻഡ് റിസെന്റ്മെന്റ്. റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിറ്റർനെസ്, നമുക്ക് ഒരു കാര്യത്തോടുള്ള ഒരു അവജ്ഞ ഉണ്ടല്ലോ, ദേഷ്യവും എന്താ പറയാ, ദേഷ്യവും താല്പര്യക്കേടും എല്ലാം കൂടെ കൂടിയൊരു സാധനം, അതിനാണ് പറയുന്നത് റിസെന്റ്മെന്റ്. ബിറ്റർനെസ്, ഇൻഡിഗ്നേഷൻ, ഇറിറ്റേഷൻ എന്നൊക്കെ റിസെന്റ്മെന്റ് വന്നിട്ടുണ്ട് എക്സാമിനൊക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളാം. റിസെന്റ്മെന്റ്, റിസെന്റ് ചെയ്യുക വേർബാണ്, റിസെന്റ്മെന്റ് ഇസ് നൗൺ. അതുകൊണ്ടാണ് MENT വാക്കുകളല്ലേ, അമ്യൂസ്മെന്റ് കേട്ടില്ല, അമ്യൂസ്മെന്റ് പാർക്കിലെ അമ്യൂസ്മെന്റ്, ഇൻസ്ട്രുമെന്റ് എല്ലാം ഉണ്ട്, കുറെ ഉണ്ട് അല്ലെ. ബിറ്റർനെസ്, NESS അതെ കേട്ടോ, TION നൗൺ, അതെ TION നൗൺസ് ആണ്, അങ്ങനെയുള്ള സഫിക്സുകളൊന്നും ഓർത്ത് വെച്ചോളാം. അടുത്ത എൻഡോഴ്സ്മെന്റ്, എൻഡോഴ്സ്മെന്റ്, സപ്പോർട്ട്, ബാക്കിംഗ്, അപ്രൂവൽ, സാങ്ഷൻ, അതിനാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയാം. അനുമതി എന്ന് പറയില്ലേ, എൻഡോഴ്സ്മെന്റ് അനുമതി ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്, രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ, രണ്ടും എൻഡോഴ്സ്മെന്റ്. അപ്പൊ എൻഡോഴ്സ് അപ്രൂവ് ചെയ്യുക എന്നുള്ള അർത്ഥം. എൻഡോഴ്സ് ഇന്നും ഉണ്ട് കേട്ടോ, എൻഡോഴ്സ് എന്ന വാക്ക് ഇന്ന്
നമ്മുടെ എന്താണ് നമ്മുടെ എഡിറ്റോറിയൽ കാണാൻ നിങ്ങൾ. അപ്പോൾ എൻഡോഴ്സ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവൽ കൊടുക്കുക, അഗ്രി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വേർബ് ആണ്. നൗണിന്റെ വേർബ് ഫോർമുലേഷൻ. ദാറ്റ്സ് ഓൾ. ഓർത്തോണം. I have an old neighbor who love to ആണോ? അല്ല. I have an old neighbor who loves to steer me into certain position in life. കേട്ടോ? I have old neighbor who loves. അല്ലെ, നെയ്ബർ സിംഗുലർ അല്ലേ അനുപേ? അപ്പൊ ഹൂവിന്റെ മുമ്പിലുള്ള ആന്റിസിഡന്റ് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുത്തേ. Who loves to. കേട്ടോ? Mom tried to steer him in a right direction. That's great sentence. An instrumental endorsement can ease any volatile resentment. All right, that's great, Rashmi. She is an instrumental girl, helpful, alle, or influential in the mandal. G20 summit in Indonesia is an imperative for many countries to combat global terrorism. Great. Nobody knows the reason behind the resentment between India and Pakistan since 1947. All right, that's great sentence. Instrumental approach of our ma'am is giving a courage to frame beautiful sentences. Oh, Pravi, I'm so glad. I'm really honored. Right. The situation in the borders is getting volatile day by day. Great. This is imperative time to be instrumental in your exam preparations. That's great. He's instrumental guy. That's great. It is imperative to temper your volatility, to moderate your tension. Great. That's great. Patience is imperative when you're dealing with small children. Of course. അല്ലെ, കുട്ടികളുടെ കൂടെയാണോ? ക്ഷമ വേണം അല്ലെ, എന്നാ അതിന് പോയാൽ മതി. He sends additional endorsement for fortifying the cadre. Great, Vinu. Education is an imperative thing in our life. Okay. Is an imperative എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ അനുപമ. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, അതിനെ നൗൺ ആയിട്ട് ഉപയോഗിക്കാം. സോ an imperative എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, an imperative thing എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. Both are same, both are correct. കേട്ടോ, അത് ഓർത്തോളാം. അപ്പൊ മറക്കണ്ട, ഇൻസ്ട്രുമെന്റൽ, ഇമ്പരറ്റീവ്, വോളറ്റൈൽ, അതുപോലെ റിസെന്റ്മെന്റ്, എൻഡോഴ്സ്മെന്റ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ. Yeah, his resentment towards his neighbors ended up in a big fight. Great. Technology is instrumental to political leaders to communicate with people very quickly. Of course it is. Like, yeah. Education എനിക്ക് കണ്ടായിരുന്നു സ്പെല്ലിംഗ് മാറിപ്പോയത്, but it's right. Okay. Harry is unhappy on his volatile situation. All right. On his volatile situation എന്ന് പറയില്ലേ, during his volatile situation എന്ന് പറഞ്ഞാൽ മതി കേട്ടോ കൃഷ്ണൻ. Her endorsement is imperative to my career. Great. അടുത്തോട്ട് പോവാം. ഡിഗ്രി പ്രിലിംസിന്റെ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വേണ്ടി വി ആർ വെയിറ്റിംഗ് ഔട്ട്, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചൊരുങ്ങ. ബേസിക്സ് ഇല്ലാത്തവരെ ഡിഗ്രി പ്രിലിംസിന്റെ ബേസിക് ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അനിയന്മാർ, അനിയത്തിമാർ, നിങ്ങളുടെ കസിൻസോ എല്ലാ ഫ്രണ്ട്സോ എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. കോഡ് അറിയാലോ, Y314, Y314. അതുപോലെ VFI ബെബ്കോ LD ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ 2-ാം തീയതി. അപ്പം 2200 രൂപ തന്നെയാണ് കോഴ്സ് ഫീ ഇത് വരിക. അപ്പോൾ നിങ്ങൾ കോഡ് മറക്കാൻ വേണ്ട, Y314 കോഡ് ഉപയോഗിക്കാം. അപ്പൊ റിസൾട്ട് വരുമ്പോഴേക്കും ഓടിപ്പിടിച്ച് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇംഗ്ലീഷ്, മലയാളം ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൂടാതെ GK നിങ്ങൾ പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങൾക്ക് പൊടി തട്ടി എടുക്കുകയും വേണം അല്ലെ. അപ്പൊ ആ ഒരു കാര്യത്തിലോട്ടൊന്ന് എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അവസാന നിമിഷം പഠിക്കാന്ന് വിചാരിച്ചിരുന്നു, എന്നിട്ട് ഒന്നും കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു, നേരത്തെ പഠിക്കാമായിരുന്നു, റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ പാടില്ല. അതൊന്ന് നോട്ട് ചെയ്തോ. ആൻഡ് മൂവിംഗ് ടു ദ ലാസ്റ്റ് സെറ്റ് പീപ്പിൾ, ദാറ്റ് ഇസ് ബിഡ്. ഒരുപാട് നമ്മൾ പറയുന്നതാണ് ബിഡ്. ബിഡ് നൗൺ ആയിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. നൗണിന് ബിഡിന് അർത്ഥം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പ്രപ്പോസൽ അല്ലെങ്കിൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ എഫേർട്ട്. നമ്മളൊരു എഫേർട്ട് ഇടാണ് നമ്മുടെ പ്രപ്പോസൽ എന്ന് പറയില്ലേ, അതിനാണ്. നമ്മുടെ ഓഫർ അല്ലെ, എഫേർട്ട് അല്ലെങ്കിൽ അറ്റംപ്റ്റ് എന്നുള്ള നൗൺ ഉണ്ട്. അല്ലെങ്കിൽ ഓഫർ, നമ്മൾ ഒരു ടെൻഡർ എന്നൊക്കെ പറയില്ലേ, ടെൻഡർ വിളിക്കുക, ഒരു ലേലം, പ്രപ്പോസൽ, അതിനെ നമ്മൾ ബിഡ് എന്ന് വിളിക്കും അല്ലെ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബിഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ടെൻഡർ ആയിരുന്നു എന്നുള്ളത്. എന്നാൽ വേർബ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓഫർ ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ള ബിഡ് ഓർക്കാറുണ്ട്. ഈ ബിഡ് ഉണ്ടല്ലോ, ഓഫർ, നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ബിഡിന്റെ V2 എന്ന് പറയുന്നതും V1 എന്ന് പറയുന്നതും V3 എന്ന് പറയുന്നതൊക്കെ ബിഡ് തന്നെ, ബിഡ് തന്നെ. പക്ഷെ റിക്വസ്റ്റ് ചെയ്യുക, ഐ ബെയ്ഡ് ഹിം ഗുഡ് ബൈ, അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ബിഡ്, ആ ബിഡ് ഡിമാൻഡ് റിക്വസ്റ്റ് ആണ്. ആ ഡിമാൻഡ്, നീഡ്, റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആ മീനിങ് വരുമ്പോൾ അവിടെ ബെയ്ഡ് ഉണ്ട്, ഇതുണ്ട്, രണ്ട് ബിഡ് ഉണ്ട്. ഇത് രണ്ട് ബിഡാണ്. ഞാൻ വീണ്ടും ആലോചിക്കുകയാണ്. രണ്ട് ബിഡ് ഉണ്ട്. ഒന്ന് ബിഡ് ആൻഡ് ബിഡ്. ഈ ബിഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ടെൻഡർ അല്ലെങ്കിൽ ഓഫർ ചെയ്യുക, എഫേർട്ട് എടുക്കുക എന്നുള്ള ബിഡ്. V3 ഒരേപോലെ വരുന്നത്. എന്നാൽ ഈ ബിഡ് ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ഓഫർ ചെയ്യുക എന്നുള്ള ബിഡ്, ഓഫർ അല്ല, ഡിമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ള ബിഡ്. ഈ ബിഡിന്റെ മീനിങ് വരുമ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ബെയ്ഡ് ആണ്. അതൊരു കോസറ്റീവ് വേർബ് ആണ്. കാരണമാകുക എന്നാണ് അതിന്റെ അർത്ഥം. ബിഡ് ഫോർമേഷൻ ഉണ്ട്, ഒന്ന് നോട്ട് ചെയ്തോണത്. അടുത്ത അണ്ടർസ്കോർ. അണ്ടർസ്കോർ ചെയ്യുക മീൻസ് ഹൈലൈറ്റ് ചെയ്യുക, എംഫസൈസ് ചെയ്യുക.
അല്ലെ? സ്ട്രെസ് ചെയ്യുക, ദാറ്റ് ഇസ് അണ്ടർസ്കോർ. ഒരു കാര്യത്തിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഇത് കൊടുക്കുകയാണ്, എന്താണ്, എംഫസൈസ് കൊടുക്കുകയാണ്, അതാണ് അണ്ടർസ്കോർ എന്ന് പറയും അല്ലെ? നമ്മൾ അണ്ടർസ്കോർ ഒരു ചിഹ്നം തന്നെയുണ്ട് അല്ലെ? അണ്ടർലൈൻ ചെയ്യുക, ദാറ്റ്സ് അണ്ടർസ്കോർ. ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമുക്ക് വാക്കുകളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എവിടേക്ക് പോകാം? നമ്മുടെ സെന്റൻസിലോട്ട് പോകാം. ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ. സെന്റൻസ് അല്ല, ആർട്ടിക്കിളിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങളുടെ സെന്റൻസസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കട്ടെ. യെസ്, she felt volatility when she saw her bully. Okay, tensed. Okay, all right. Her bully അല്ല, her bullying. bully ചെയ്യുക verb ആ, അപ്പോൾ bullying എന്ന് കൊടുക്കണം കേട്ടോ സേവ, അപ്പോൾ അത് കറക്റ്റ് ആവും. Endorsement made in the check was wrong, that's why my check dishonored. Okay, all right. Dishonor ചെയ്യപ്പെടുന്നതാണോ ചെക്കിന് പറയുന്നത്? അങ്ങനെയല്ലല്ലോ നമ്മൾ ചെക്കിന് ഉപയോഗിക്കുന്ന ആ verb ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. It's not dishonored. The resentment fell after the grapple between them steered them to. The resentment felt after the grapple between them steered them to file a petition. All right, all right. The parents' endorsement helped me to overcome some volatile situations in life. That's great to me. It is very imperative to be financially independent. Of course, it is very, very much important. We should have confidence to raise our voice, not rise. അനുപേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൺഫ്യൂസിംഗ് വേർബ്സ്. റൈസ് അവർ വോയിസ്, റൈസും റൈസും മാറി പോലെടാ. റൈസ് എന്താ? ഇൻക്രീസ്. ട്രാൻസിറ്റീവ് വെർബ് അല്ല ഇൻട്രാൻസിറ്റീവ്. റൈസ് ആൻഡ് ഷൈൻ ആണ് അല്ലെ? രണ്ടും റൈസും ഇൻക്രീസ് തന്നെ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ റൈസ് എന്താ? RAC റൈസ്. ഇതിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വേണം അല്ലെ? ഈ റൈസ് എന്ന് പറയുന്നതിന് മീനിങ് ഫുൾ ഒറ്റയ്ക്ക് നിൽക്കാം. പക്ഷെ ഈ റൈസിന് ശേഷം ഒബ്ജക്റ്റ് വേണം, ട്രാൻസിറ്റീവ്. റൈസ് എ വോയിസ്, റൈസ് എ ക്വസ്റ്റ്യൻ, റൈസ് എ ഡൗട്ട് ഒക്കെ പറയുന്ന സാധനം ഇതാ. റൈസ് എ വോയിസ് for asking or imperative to anyone. The volatile nature of coach results in resentment among the players. Great. It is clearly visible that his instrumental negotiation turned out in the metamorphosis. Turned out to be the metamorphosis of her behavior. Turned out to be the transformation. Turned out to be. That's it. She denied my bid. Great. The BJP is instrumentally trying to topple state governments ruled by opposition parties, according to recent disclosures by some TRS and AAP MLAs. All right. It will be useful if you are underscoring the important things during your reading. Of course. The bid underscores that he has an axe to grind. Great. The author underscored the importance of Beti Bachao, Beti Padhao scheme through editorial. All right, all right. Mukesh Ambani bidded to buy the Liverpool football team. Bidded to alla. Mukesh Ambani bid, offered alle. Appo bid. Bid തന്നെ ട്ടോ. എമിലെ അതാ പറഞ്ഞേ. I used to underscore the important points while reading. That's great. അതെ, ബിഡിങ്ങും ലേലമാണ്. ബിഡിങ് ലേലാണ്. ഈ ബിഡ് എന്ന് പറഞ്ഞ നൗണിന്റെ ജെറൻ ഫോർമുലേഷൻ ആട്ടോ കൃഷ്ണ. ബിഡിങ് കറക്റ്റാ. IPL franchises declared the list of retained players ahead of the bid. Great. People usually underscore their nickname on Instagram ID. Of course they do. Each and every point was highlighted. Okay. First year students bid farewell to final years. All right. Bid conducted in the court premises resulted in a lot of controversy. Resulted a lot of controversy. Result in the verb in in one lead in two proposition in the fixed. Lead in two, result in എന്ത് വേണം? ലീഡിനൂടെ 2 പ്രൊപ്പോസിഷൻ കൊടുക്കുക, റിസൾട്ടിലൂടെ ഇന്ന പ്രൊപ്പോസിഷൻ കൊടുക്കുക, ലിസൺ ടൂടെ 2 പ്രൊപ്പോസിഷൻ കൊടുക്കുക. അതൊക്കെ ഫിക്സ്ഡ് കാര്യങ്ങളാണ്, അതിൽ മാറ്റം വരുത്തത് കേട്ടോ പ്രവി. എൻഡോഴ്സ്മെന്റ് ഹെൽപ് മീ ടു റീച്ച് ഹൈ. ഓൾ റൈറ്റ്. ഷീ എൻഡോഴ്സ്മെന്റ് ആൻഡ് എൻകറേജ് മീ. അല്ല ഹവമോളെ, അവിടെ എൻഡോഴ്സ്മെന്റ് അല്ല, ഷീ എൻഡോഴ്സ്ഡ് ആൻഡ് എൻകറേജ് മൈ ന്യൂ ഐഡിയാസ്. She endorsed and encouraged, supported and encouraged. A bid was cancelled by the government for road construction. Great. The teacher underscored the important part in the chapter. All right. Bullying ചെയ്യുന്നതല്ലേ bullying ചെയ്യുന്ന ആളെയോ? ആളെ പറയാൻ a bully എന്ന് പറഞ്ഞു. a bully. ഒരു പേഴ്സണെ ആണെങ്കിൽ a bully. അവിടെ a കൊടുക്കണേ, ആർട്ടിക്കിൾ കൊടുക്കണം, എന്നാലേ കറക്റ്റ് ഉള്ളൂ. Resentment in small things will be resulted in will result in big quarrel. കേട്ടോ, അവിടെ പാസിവൈസേഷൻ കൊടുക്കല്ലേ വിനു. Will result in big quarrel കൊടുക്കുക കേട്ടോ. The CM underscored the importance of a drug-free society. Bidding must be made as per the rules and regulations prescribed. Great. Newspaper editorial underscore ആണോ? അല്ല, underscores. കാര്യം എഡിറ്റോറിയൽ സിംഗുലർ അല്ലേ കൃഷ്ണൻ, സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ. underscores current situations of the state. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് എന്ന് പ്ലൂറൽ നൗൺ ആയിരുന്നെങ്കിൽ സബ്ജക്ട് എങ്കിൽ നീ കൊടുത്ത കറക്റ്റ് ആയനെ.
The team leader underscored the necessity for painting a picture regarding the new project. That's great. Ma'am underscores important vocab. Of course, great. Moving on to our article. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു thumbs up ഇടുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ട് ഈ വേർഡ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് കേട്ടോ. ലൈവിലുള്ളവരൊക്കെ ഒരു ലൈക്ക് ഇടുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ thumbs up ഇട്ടേ. Let's see whether you understand or not. Let's move to the article. Stay watchful. ശ്രദ്ധയോടിരിക്കുക അല്ലെ. ശ്രദ്ധയോടിരിക്കാനുള്ള കാര്യമുണ്ട്. എന്തിനെ ശ്രദ്ധയോടിരിക്കേണ്ടതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ, people, inflation. It's an important thing അല്ലെ. Policy makers can ill afford to drop their guard in the fight against inflation. ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്യുന്നുള്ള നമ്മുടെ വലിയൊരു ഉദ്ദേശമാണ് അല്ലെ. വിലകയറ്റത്തിന് നമ്മൾ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അപ്പോ പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യണം? They cannot do that അല്ലെ. They cannot afford to drop their guards. They cannot be not watchful അല്ലെ. വാച്ച്ഫുൾ ആവാതിരിക്കാൻ പാടില്ല. അപ്പോൾ they can ill afford ചെയ്യാൻ പറ്റില്ല അവർക്ക് to drop their guards ഡ്രോപ്പ് ചെയ്യുക. അതായത് അശ്രദ്ധയായിട്ടിരിക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ ഒരു ചാൻസ് ഇപ്പൊ അവർക്കില്ല. അതുകൊണ്ട് they have to be really careful and watchful. October's inflation data point to a welcome softening in price gains that should offer some succor to monetary policy authorities who have been battling to rein in runaway inflation since the beginning of this year. Retail inflation or price gains based on consumer price index slowed to 6.77% last month from September 7.41%, aided by an appreciable deceleration in food price inflation. The year-on-year inflation based on consumer food price index eased by almost 160 basic points in October to 7.01% from the preceding months. നോക്കാം. അപ്പോൾ ഒക്ടോബറിൽ കഴിഞ്ഞ മാസത്തെ ഇൻഫ്ലേഷൻ എടുത്ത് നോക്കുകയാണ്, ഡേറ്റ പോയിന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വെൽക്കം സോഫ്റ്റനിങ് കാണാൻ പറ്റും. ഒരു ചെറിയ പ്രൈസ് ഗെയിൻസിൽ ഒരു കുറവ് കാണാൻ പറ്റും, ഇൻഫ്ലേഷനിൽ കുറവ് കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ മോണിറ്ററി പോളിസി മേക്കേഴ്സിന്, അതോറിറ്റീസിന് കുറച്ചൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. പക്ഷെ കാരണം വെച്ചാൽ കുറെ നാളായിട്ട് അവരിതൊന്ന് ഇൻഫ്ലേഷൻ റെയിനിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാണ് ഈ ഇയറിന്റെ തുടക്കം മുതൽ. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ഒക്ടോബറിലെ ഒരു വിലക്കുറവ് നമുക്ക് ഒരു സമാധാനമാണ് അല്ലെ. നമുക്കൊരു വേനലൊരു മഴയാണ്. പക്ഷെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഓർ ഫുഡ് പ്രൈസ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എടുക്കുകയാണ് നമ്മൾ. കൺസ്യൂമർ CPI വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുന്നത്, ഫുഡ് ഇതിന്റെ ഇൻഡെക്സ് നോക്കുന്നത്. ഐ മീൻ ഈ ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്താണ് നോക്കുന്നത്, ഇൻഫ്ലേഷൻ നോക്കണം കേട്ടോ, റേറ്റ് നോക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പറയാൻ പറ്റും 6.77 കുറഞ്ഞിട്ടുണ്ട്. 6.77% കഴിഞ്ഞ മാസം വെച്ച് നോക്കുമ്പോൾ സെപ്റ്റംബറിലെ വെച്ച് നോക്കുമ്പോൾ 7.41 നിന്ന് 6.77 കുറഞ്ഞു പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡീസലറേഷൻ ഫുഡ് പ്രൈസിൽ നമുക്ക് കാണാൻ പറ്റും ഇൻഫ്ലേഷനിലെ. പക്ഷെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു കുറവുണ്ട്. 160 പോയിന്റ്സിൽ ബേസിക് പോയിന്റ്സ് ഒക്ടോബറിലായിരുന്നു. അതിൽ നിന്ന് 7.01% പ്രസിഡന്റ് മന്ത്സിൽ നിന്ന് ആയിരുന്നു. ഇതില് നേരത്തെ മാസം 8.60 വരുന്നു. അത് അവിടെ ഒരു നമുക്ക് ഡിക്ലൈൻ കാണാൻ പറ്റും. ഹെൽപ് ബൈ ഡിക്ലൈൻ ഇൻ പ്രൈസ് ഓഫ് വെജിറ്റബിൾസിന്റെ പ്രൈസ് പറഞ്ഞു, വെരി ഗുഡ്. ഫ്രൂട്ട്സ്, പൾസസ് ആൻഡ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് വില കുറഞ്ഞു എല്ലാത്തിനും. ഗവൺമെന്റ് പറഞ്ഞു വെജിറ്റബിൾ പ്രൈസ്, ഫുഡ് ഐ മീൻ ഫാറ്റ്സ്, ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്, പൾസസ്, ഫുഡ് എല്ലാത്തിന്റെയും പ്രൈസ് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. With the food and beverages sub-index representing almost 46% of the CPI's weight. The slowdown in food price gains understandably steered overall inflation lower, even as price gains in 3 other essential categories, namely clothing and footwear, housing and health, remained either little changed from September to or quickened. Inflation at the wholesale prices level also continued to decelerate, with the headline reading easing into single digits for the first time in 19 months, a favorable base effect along with a distinct cooling in the international prices. നോക്കാം, മൊത്തത്തിൽ എടുത്ത് നോക്കിയാല് നമുക്ക് ബെവറേജിന്റെ ഫുഡിന്റെ ഒക്കെ എടുത്തോട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് അത് ഈ ഫുഡും ബെവറേജിന്റെയും കൂടെ എടുത്ത് നോക്കുമ്പോൾ CPIയുടെ 46% ഫുഡ് ആൻഡ് ബെവറേജസ് മാത്രമല്ല ഫുഡ് പ്രൈസ് ഗെയിൻസ് കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും, സ്ലോ ഡൗൺ കാണാൻ പറ്റും. അത് ഓവറോൾ ഇൻഫ്ലേഷൻ, അതുകൊണ്ട് തന്നെ ഓവറോൾ ഇൻഫ്ലേഷൻ നല്ല കുറവ് വരുത്തിട്ടുണ്ട്. ഫുഡ് പ്രൈസ് കുറഞ്ഞപ്പോൾ തന്നെ ഇൻഫ്ലേഷന്റെ മൊത്തത്തിൽ ഒരു എഫക്റ്റ് കുറഞ്ഞിട്ടുണ്ട് നമ്മളിൽ. പിന്നെ അതർ എസെൻഷ്യൽ കാറ്റഗറീസിലും അതേ സമയത്ത് ഫുഡ് പ്രൈസ് കുറഞ്ഞപ്പോൾ എസെൻഷ്യൽ കാറ്റഗറീസിൽ കുറച്ച് പ്രൈസ് കൂടിയായിരുന്നു. ക്ലോത്തിങ്, ഫുഡ് വെയറിനൊക്കെ പൈസ കൂടുകയോ ചെയ്തേ, പ്രൈസ് ഗെയിൻസ് അത് വന്നേ. ഹൗസിംഗ് ആൻഡ് ഹെൽത്തിന് പൈസ കൂടുകയോ ചെയ്തേ. പക്ഷെ ഫുഡ് കുറഞ്ഞപ്പോൾ തന്നെ മൊത്തത്തിൽ ഓവറോൾ ഇൻഫ്ലേഷൻ, ഫുഡ് ആൻഡ് ഗ്രെയിൻസിന്റെ ഇത് കുറഞ്ഞപ്പോൾ തന്നെ അതിന് നമുക്ക് കുറവായിട്ട് കാണാൻ പറ്റും. കാര്യം സെപ്റ്റംബറിൽ വെച്ച് നോക്കുമ്പോൾ ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയറിനും ഹൗസിംഗ് ആൻഡ് ഹെൽത്തിനും കൂടുതലാണ് വന്നത്, കുറച്ച് കൂടുതലാണ്. പക്ഷെ ഓവറോൾ വരുമ്പോൾ അതിനെ എന്താ പറയുക, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയും. അപ്പം നമ്മൾ ഇൻഫ്ലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസസിൽ ഇൻഫ്ലേഷൻ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട്. ഹോൾസെയിൽ പ്രൈസിൽ എമൗണ്ട് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്.
അപ്പം കുറച്ച് സിംഗിൾ ഡിജിറ്റ്സിലോട്ട് വന്നിട്ടുണ്ട്. കുറെ 19 മാസത്തിൽ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരു കുറവ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പോളിസി മേക്കേഴ്സ് അത്യാവശ്യം ഒരു സമാധാനത്തിലാണ്, ഒരു ഫേവറബിൾ പ്ലേസിലോട്ട് വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ പ്രൈസ് വെച്ചപ്പോൾ. അപ്പം അതിപ്പോ ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, കമ്മോഡിറ്റീസ് ലൈക്ക് ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് ഒരു പ്രൈസിന്റെ ഒരു കുറവ് കാണാൻ പറ്റുന്നുണ്ട്. Gathering uncertainty in advanced economies was largely instrumental in tempering wholesale price gains. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ് എക്കോണമീസിൽ നിന്നുള്ള ക്രൂഡ് ഓയിലും സ്റ്റീലും ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മളൊരു അൺസർട്ടനിറ്റിയിൽ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ എന്ത് കൊണ്ടുവരുന്നത്? ഒന്ന്, ഹോൾസെയിൽ പ്രൈസസിൽ ഒരു ടെമ്പറിങ് വരുന്നത്, ഒരു മോഡറേഷൻ വരുന്നത്, അല്ലെ, മോഡറേറ്റിംഗ് ഹോൾസെയിൽ പ്രൈസ്. ഹോൾസെയിൽ പ്രൈസിൽ കുറച്ചൊരു കുറവ് ഇളവ് വരുമ്പോൾ തന്നെ നമുക്കത് വല്ലാണ്ട് നമ്മളെ ഗുണകരമായിട്ട് ബാധിക്കും, അല്ലെ? അതൊന്ന് ഓർത്ത് വെച്ചോളാം. And moving to the next paragraph. Still, a closer look at sequential trends in retail inflation, especially food items, flag the imperative of policymakers to remain watchful. While year-on-year inflation in vegetable prices slowed sharply to 7.7% last month from September's breathless 18% pace, the month-on-month gains accelerated to 4-month high of 4.1 and 0.2. Concerns that the supply disruptions caused by unseasonal rains in vegetable growing regions as well as logistical difficulties caused by monsoon flooding. അപ്പോൾ നമ്മളൊരു കുറച്ചുകൂടെ ക്ലോസ് ലുക്കിലോട്ട്, ഇതൊക്കെ അതിന്റെ പുറമെ സർഫസിലുള്ള കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞത്, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ലുക്കിലോട്ട് എടുത്തു. സീക്വൻഷ്യൽ ട്രെൻഡ്, ഇത്ര നാളത്തിലുള്ള സീക്വൻസ് എടുത്ത് നോക്കിയിട്ട് അതിലൊരു സീക്വൻഷ്യൽ ട്രെൻഡ് എടുക്കുവാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷനെ പറ്റി നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, ഹോൾസെയിലിനെ പറ്റി നമ്മൾ പറഞ്ഞു, റീറ്റെയിൽ ഇൻഫ്ലേഷനെ പറ്റി എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഫുഡ് ഐറ്റംസ് എടുക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ പോളിസി മേക്കേഴ്സ് ഒരിക്കലും എന്താണ് they cannot drop their guard. കാര്യം വെച്ചാൽ അത്ര ശ്രദ്ധയോടെ ഇരിക്കണം. കാരണം നമ്മൾ വെജിറ്റബിൾ പ്രൈസസിലെ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയറിൽ എടുക്കുമ്പോൾ ഏറ്റവും ഷാർപ്പായിട്ട് 7.7% കൂടിയതായിട്ട് കാണാം. അതായത് ഒരു 18% പേസിലാണ് കൂടുതലാണ് മന്ത് ഓൺ മന്ത് ഇതിൽ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 4 മാസത്തെ ഒരു ഇതെടുക്കണം, ഏറ്റവും 4 മാസത്തിനുള്ളിലുള്ള ഏറ്റവും ഹൈ ആയിട്ട് 4.1% ഹൈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് സപ്ലൈ ഡിസ്റപ്ഷൻസ് വന്നായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. മാത്രമല്ല അൺസീസണൽ ആയിട്ട് റെയിൻഫോൾ വന്നായിരുന്നു. അത് എല്ലാത്തിൻ്റെ സമയത്താണ് വെജിറ്റബിൾ പ്രൈസിന്റെ ഇത് കൂടിയത്. അപ്പോൾ ഒരുപാട് ലോജിക്കൽ ഡിഫിക്കൽട്ടീസ് നമുക്ക് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് മൺസൂൺ ഫ്ലഡിങ് ഒക്കെ. എന്നിട്ടും പ്രൈസ് കൂടി. അപ്പൊ എത്രത്തോളം പ്രൈസ് കൂടുമ്പോൾ എത്രത്തോളം അത് സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യും അത് ഓർക്കണം. And that may continue to keep prices volatile. അപ്പോൾ പ്രൈസസ് മിക്കൊരു ടെൻസ് അവസ്ഥയിൽ തന്നെ നിൽക്കും. അറ്റ്ലീസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ടേം വരെ എന്തായാലും പ്രൈസ് അങ്ങനെ ഒരു വോളറ്റൈൽ ടെൻസ്ഡ് ആയിട്ട് അവസ്ഥയിൽ തന്നെ പൊക്കോണ്ടിരിക്കുള്ളൂ, ഒരു മാറ്റം വരാതിരിക്കില്ല. ഇക്കണോമിയും നോക്കണമല്ലോ നമ്മൾ. അതുകൊണ്ട് പ്രൈസ് ഓഫ് staple cereals including rice and wheat also remain an object of concern, notwithstanding the government's concerted effort to cool volatility using expert control measures. While inflation in the largest weight in the food basket ticked up to 12.1% in October from the previous month's 11.5% sequentially, price gains came in at 1%, moderating in pace from September. Reports of paddy crops being submerged or affected by heavy rains in different parts of the country, coupled with the shortages of wheat and flour that have pushed up their prices, in signal more volatility ahead in cereal prices. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾ അഫക്റ്റ് ചെയ്തൊക്കെയാന്ന് പറയാം. ഇപ്പോൾ നമ്മൾ സ്റ്റേപ്പിൾ സീരിയൽസ്, നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് ആണല്ലോ റൈസ് ആൻഡ് വീറ്റ്. അപ്പോൾ റൈസ് ആൻഡ് വീറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ പ്രൈസ് നമുക്കൊരു ഒബ്ജക്റ്റീവ് കൺസേൺ ആണ്, കൺസേൺ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ പ്രൈസ് ഇച്ചിരി കൂടിയിട്ടുണ്ട്, അത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും ഗവൺമെന്റിന്, അല്ലേ? അപ്പൊ ശരിക്കും ഗവൺമെന്റ് ഭാഗത്ത് ഒരു കൺസേർട്ടഡ് എഫേർട്ട് വേണം. കൺസേർട്ടഡ് മീൻസ് യുണൈറ്റഡ്, അല്ലേ? എല്ലാവരും കമ്പൈൻഡ് എഫേർട്ട് ഇല്ലെങ്കിൽ പരിപാടി നടക്കില്ല. അപ്പൊ ഈ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ, അല്ലെ, അൺഈസിനെസ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ ഗവൺമെന്റ് എന്തായാലും എന്തെങ്കിലും എക്സ്പോർട്ട് കൺട്രോൾ മെഷേഴ്സ് എടുത്തിട്ടേ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ്. കാര്യം വെച്ചാൽ നിങ്ങൾക്കറിയാം ഒക്ടോബറിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഒക്ടോബർ മാസം കഴിഞ്ഞ മാസം 11.5 നിന്ന് ഈ ഫുഡ് ബാസ്ക്കറ്റിന്റെ ഇത് കൂടിയേക്കണേ, ലാർജസ്റ്റ് ഇൻഫ്ലേഷൻ കൂടിയേക്കുന്നത് 12.1% കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 1% കൂടിയെന്ന് പറയുമ്പോൾ ശരിക്കും അത് നല്ലൊരു എമൗണ്ട് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പേസിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനൊന്ന് മോഡറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് പോകും. അതുകൊണ്ട് തന്നെ പോളിസി മേക്കേഴ്സ് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പാഡി ക്രോപ്സിന്റെ ഏരിയാസ് സബ്മേർജ് ചെയ്യപ്പെട്ടു ബിക്കോസ് ഓഫ് ദ ഹെവി റെയിൻസ് ഒരുപാട് ഏരിയയിലും. അതിന് കൂടാതെ ഷോർട്ടേജ് ഓഫ് വീറ്റ് ആൻഡ് ഫ്ലോർ വന്നിട്ടുണ്ടായിരുന്നു, അത് അതിൽ വലിയൊരു പ്രശ്നമായിരുന്നു. അത് അങ്ങനെയും കൂടെ വന്നപ്പോൾ ഡിമാൻഡ് കൂടിയപ്പോൾ പ്രൈസ് കൂടി. അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ എന്താണ് ഇൻഫ്ലേഷൻ കൂടിയത്.
അത് വല്ലാണ്ട് ഒരു cereal പ്രൈസസിനെ അഫക്ട് ചെയ്തായിരുന്നു. With S&P's global latest business outlook survey pointing to an intensification of wage pressures and producer pass-through of course, authorities can ill afford to drop their guard in the fight against inflation. ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്യുന്ന നിർത്തിക്കളയത് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് ശ്രദ്ധ കുറയ്ക്കാൻ പാടില്ല. കാര്യം വെച്ചാൽ ഇവിടെ വേജ് പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. മാത്രമല്ല പ്രൊഡ്യൂസർ പാസ് ത്രൂ ഓഫ് കോസ്റ്റിനെ പ്രൊഡ്യൂസറിലോട്ട് കിട്ടില്ലേ, അതിലോട്ടുള്ള ആ ഒരു അവസാനം പ്രൊഡ്യൂസറിലോട്ട് കിട്ടുന്ന എമൗണ്ട് ആൻഡ് വേജ് പ്രഷർ, അവരുടെ കൂലി പ്രഷറും കൂടെ ഒക്കെ വരുമ്പോൾ ഇത് ഗ്ലോബൽ ഏറ്റവും ബിസിനസ് ഔട്ട്ലുക്ക് ഗ്ലോബൽ S&Pയുടെ ഗ്ലോബൽ ബിസിനസ് ഔട്ട്ലുക്കിൽ മൊത്തത്തിൽ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യമാണ്. അത് വളരെയായിട്ട് ഇന്റൻസിഫൈ ചെയ്ത രണ്ട് ഫാക്ടേഴ്സ് ആണ് വേജ് പ്രഷറും പ്രൊഡ്യൂസർ പാസ് ത്രൂ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡ്യൂസറിലോട്ട് ആ കോസ്റ്റിന്റെ ഇതിന്റെ എമൗണ്ടിലേ വരുന്നു, അതിൻ്റെ കൂടെ വേജ് പ്രഷേഴ്സും വരുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അത് മൊത്തത്തിൽ അഫക്ട് ചെയ്യും. അത് വരുമ്പോൾ ഉറപ്പായിട്ടും എന്താ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കൂടെ അഫക്ട് ചെയ്യുമ്പോൾ പ്രൈസ് ഹൈക്ക് കൂടും. പ്രൈസ് ഹൈക്ക് കൂടിയാൽ അപ്പോൾ അത് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ നമ്മുടെ കൺട്രിയിൽ പറ്റില്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് പറ്റില്ല. അപ്പോൾ അതോറിറ്റീസ് അതിനെതിരെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ആൻഡ് they have no any space to drop their guard. അതാണ് പറയുന്നത്. എന്തായാലും അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ്. വിലകയറ്റത്തിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചെറിയൊരു വേനലൊരു മഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ ഹോൾസെയിൽ മാർക്കറ്റിൽ വന്നു, അല്ലെ ഹോൾസെയിൽ പ്രൈസിൽ വന്നു എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഇരിക്കരുത് എന്നാണ് ഓതർ പറഞ്ഞേക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു റൈറ്റ് നൗ. അല്ലേ, ക്ലിയർ ആണല്ലോ? ദ ജഡ്ജ് underscores the crocodile tears won't work in this situation. Okay, all right, പോവാം. മനസ്സിലായല്ലോ? അടുത്ത സെറ്റിലോട്ട് പോകണേ. സെറ്റിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ഇതായിരുന്നു. Meanwhile, the failure of the West Indies to even qualify proved tragic as the men from the Caribbean are intrinsic for cricket's health. ഇത് ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ വളരെ കുറച്ച് പേര് എനിക്ക് ആൻസർ തന്നിട്ടുള്ളേ. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയും? ഇന്നലെ ഞാൻ എക്സാമിന് ഇത് പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇത് കൃത്യമായിട്ട് പറഞ്ഞു, സമയം പോയതുകൊണ്ട് പെട്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇതിൽ പറഞ്ഞപ്പോൾ പോലും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഇൻട്രിൻസിക് ആണ്, ഇൻഹെറന്റ് ആണ്, അതിന്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ വേണം. എന്താ ഇൻട്രിൻസിക് ഫോർ സംതിങ്, ദാറ്റ്സ് റോങ്. ഇൻട്രിൻസിക് ടു അല്ലെ, ഇൻഹെറന്റ് ടു സംതിങ്, ഇൻട്രിൻസിക് ടു സംതിങ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോണേ, ഇൻട്രിൻസിക് ആണ്, ടു സംതിങ് ആണ്. ഇൻട്രിൻസിക് എന്ന അഡ്ജക്റ്റീവിന്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ് ടു എന്നുള്ളത്. ഒന്ന് നോട്ട് ചെയ്തോണേ. ഇൻട്രിൻസിക് ടു, ഇൻഹെറന്റ് ടു എന്നത് കൊടുക്കും, ഇന്നേറ്റ് ടു എന്നാണ്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാം കൊടുക്കുമ്പോൾ ഫിക്സഡ് പ്രൊപ്പോസിഷൻ. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു. ഡൊണാൾഡ് ട്രംപ് ഡസ് നോട്ട് അപ്പിയർ ടു ബി strong as he was and Joe Biden is no longer weak. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. എനിക്ക് ആൻസർ കോമന്റ് സെക്ഷൻ തരണേ. ഓക്കെ, അപ്പൊ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടാവുമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ രണ്ടെണ്ണം, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ അഡാപ്റ്റഡ് ഫോർ കേരള സെൻട്രൽ എക്സാംസ്. നമുക്ക് ഡെയിലി വേർഡ്സ്, അതുപോലെ തന്നെ ക്വിസസ്, അതുപോലെ തന്നെ നോട്ട്സ്, എന്താണ് അലേർട്ട്, ജോബ് അലേർട്ട്സ് ഒക്കെ ഈ പറഞ്ഞ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വെൽ കണക്റ്റഡ് ആയിരിക്കുക. രാത്രി 9:00 SCGD ക്വസ്റ്റൻസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് പങ്കുവെക്കാം, ആൻസർ ഇടാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ പിള്ളേരെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനിയും ഉണ്ടെങ്കിൽ വേഗം ചടപടയെന്ന് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തേ. താങ്ക് യു സോ മച്ച് പീപ്പിൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.